يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. ബഹുമാന്യരായ സത്യവിശ്വാസി സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിന്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ സകല മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന അവൻ്റെ ഉത്തമരായ അടിമകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ റബ്ബിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്താവുന്ന സമയങ്ങളിലെ ഏതാനും സമയമാണ് നമ്മൾ ഇവിടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഒരു യാത്രയിലാണ്. ആ യാത്ര നമ്മൾ ഓരോരുത്തരും ആരംഭിച്ചിട്ടുള്ളത് നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ്. ഈ യാത്ര അവസാനിക്കുന്നത് ഒന്നുകിൽ സ്വർഗത്തിലായിരിക്കും, അല്ലെങ്കിൽ നരകത്തിലായിരിക്കും. ആ ജീവിതയാത്രയിലെ അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ടുന്ന സമയമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഐഹികമായ ജീവിതം, അഥവാ ഈ ഭൂമി ലോകത്തുള്ള നമ്മുടെ ജീവിതം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസൂലു ഖദമ ഇബ്നു ആദം. ആദം സന്തതികളുടെ ഒരു സ്റ്റെപ്പ് പോലും നാളെ പരലോകത്ത് മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല. ഹത്താ യുസ്അല, അവനോട് ചോദിക്കപ്പെടാതെ, അൻ ഉംരിഹി, അവന്റെ ആയുസ് എന്തിനു വേണ്ടി ചെലവഴിച്ചു. നമ്മൾ ഈ ജീവിച്ചു തീർക്കുന്ന ഈ സെക്കൻഡുകൾ, ഈ മണിക്കൂറുകൾ, ഇതെങ്ങനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിയത് എന്ന് അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയാതെ, പ്രിയമുള്ളവരെ, നമുക്കൊരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ നാളെ പരലോകത്ത് കഴിയില്ല. ഈ ജീവിതയാത്രയിൽ അള്ളാഹുവിന്റെ മുന്നിൽ നമുക്ക് മറുപടി പറയേണ്ടുന്ന ഏക ഘട്ടം എന്ന് പറയുന്നത് ഈ മരണം വരെയുള്ള നമുക്ക് അള്ളാഹു തെരഞ്ഞെടുക്കാൻ വേണ്ടി അവകാശം നൽകിയിട്ടുള്ള ഈ ഒരു സമയം മാത്രമാണ്. നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ജീവിച്ച കാലഘട്ടം, ഓരോ സെക്കൻഡും നിങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് പടച്ചോൻ ചോദിക്കൂല. നമ്മൾ മരിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ ഖബറിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു അള്ളാഹ് ചോദിക്കൂല. നമ്മളോട് അള്ളാഹ് ചോദിക്കുന്ന ഏക സമയം ഈ ഭൂമി ലോകത്ത് ജീവിച്ചു തീർത്ത സമയത്തെ സംബന്ധിച്ച് മാത്രമാണ്. അതിന്റെ ഓരോ സെക്കൻഡുകൾക്കും, പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും മറുപടി പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചത്, അള്ളാഹുവിന്റെ മുന്നിൽ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഏതാനും സെക്കൻഡുകളാണ്, ഏതാനും മിനിറ്റുകളാണ് നമ്മൾ ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആ ഗൗരവത്തോടു കൂടെ തന്നെയാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുകയും സംസാരം കേൾക്കുകയും ചെയ്യേണ്ടത്. പ്രിയമുള്ളവരെ,
നമുക്കറിയാം, നമ്മളെല്ലാവരും പരലോകം, അവിടെ വിജയം ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ ആരും നമ്മുടെ മരണത്തെക്കുറിച്ച് ആർക്കും ചിന്തിക്കാൻ നമുക്ക് സമയം ഉണ്ടാകാറില്ല. ഒരു രോഗിയെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും അദ്ദേഹത്തിന്റെ മരണമാണ്. വലിയ പ്രയാസകരമായ ഒരു രോഗം ബാധിച്ച നമ്മുടെ ഒരു കുടുംബക്കാരനെ നമ്മൾ സന്ദർശിക്കുമ്പോൾ നമ്മൾ ആലോചിക്കാറുള്ളത് ആ വ്യക്തിയുടെ മരണത്തെക്കുറിച്ചാണ്. ഇപ്പൊ കഴിഞ്ഞ റമദാനിലെ പള്ളിയിലിരിക്കുമ്പോൾ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത്, അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന് മാരകമായ രോഗം ബാധിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ കിഡ്നിയൊക്കെ പോയിട്ടുണ്ട് ജ്യേഷ്ഠന്റെ. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ജ്യേഷ്ഠനുമായി ഒന്ന് സംസാരിക്കണം, അദ്ദേഹത്തിന് ധാരാളം സമ്പത്തൊക്കെ ഉണ്ട്, നമ്മുടെ ഈ പള്ളിയിലേക്ക് അദ്ദേഹത്തിന്റെ മരണശേഷവും ലഭ്യമാകുന്ന എന്തെങ്കിലും പുണ്യങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ പള്ളിയിലേക്ക് എന്തെങ്കിലും നൽകാൻ വേണ്ടി അദ്ദേഹത്തോട് പറയണം എന്ന് അനുജൻ ജ്യേഷ്ഠനോട് സംസാരിക്കാൻ വേണ്ടി എന്നോട് പറയാം. കാരണം അദ്ദേഹം വളരെ പ്രയാസത്തിലാണ്. സുഹൃത്തുക്കളെ, ആ വ്യക്തിയാണ് 2 ആഴ്ച മുമ്പ് മരിച്ചത്. ജ്യേഷ്ഠപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എന്നോട് ആ പറഞ്ഞ എൻ്റെ സുഹൃത്തായ വ്യക്തി, അദ്ദേഹം ഒരു സുബഹിക്കുണ്ട് മെസ്സേജ് വരുന്നു, അദ്ദേഹം മരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് അറ്റാക്ക് സംഭവിച്ചു, അദ്ദേഹം മരിച്ചു, അനുജൻ മരിച്ചു. ആ രോഗിയായ, എപ്പോഴും മരിക്കാമെന്ന് പ്രതീക്ഷിച്ച വ്യക്തി അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അദ്ദേഹത്തെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. കാരണം അദ്ദേഹം വളരെ ആരോഗ്യവാനായിരുന്നു. അപ്പൊ അതാ പറഞ്ഞത്, നമ്മൾ ആരും നമ്മുടെ മരണത്തെക്കുറിച്ച് ആലോചിക്കാറില്ല, അല്ലെ? ഒരു രോഗിയെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. ഒരു വാർദ്ധക്യം വന്ന ആളെ കാണുമ്പോൾ നമ്മൾ ആ വാർദ്ധക്യത്തിലുള്ള അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുള്ളത്. പക്ഷേ അവരെയെല്ലാം മരണം പിടികൂടുന്നതിന് മുമ്പേ ഒരുപക്ഷെ പ്രിയമുള്ളവരെ നമ്മൾ ഈ ലോകത്തോട് വിട പറഞ്ഞേക്കാം. ഒരു കവി പാടിവെച്ചത് നമുക്ക് കാണാൻ സാധിക്കും. വകമ്മിൻ സഖീമിൻ വകമ്മിൻ സലീമിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകമ്മിൻ സഖീമിൻ ആശ ഹീനം മിനദ് ദഹരി. എത്ര രോഗികളാണ്, അവർ കുറേ കാലം ജീവിക്കുന്നു. വകമ്മിൻ സലീമിൻ, എത്ര ആരോഗ്യമുള്ള മനുഷ്യരാണ്. ആശ ഹീനം മിനദ് ദഹരി, അവർ മരിക്കുന്നു. നല്ല ആരോഗ്യമുള്ള ആളുകളൊക്കെ മരിക്കുകയാണ്, എന്നാൽ രോഗികളായ ആളുകളൊക്കെ കുറേ കാലം ജീവിക്കുകയാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഒരു മരണത്തെക്കുറിച്ചാണ്. നമ്മുടെ മരണത്തിന്റെ അപ്പുറമുള്ള ജീവിതം എന്താവും, അതിനെക്കുറിച്ചാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. റബ്ബിനെ കണ്ടുമുട്ടേണ്ടവരാണ് ഞാനും നിങ്ങളും. അള്ളാഹുവിനെ നമുക്ക് കാണാൻ സാധിക്കണം. അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അള്ളാഹു അങ്ങനെ വിചാരണ നടത്തുകയാണ്. നമ്മള് സ്കൂളിലും മദ്രസിലൊക്കെ കുട്ടികളോട് അധ്യാപകൻ ചോദ്യം ചോദിക്കുന്ന പോലെയല്ല പരലോകത്തെ ചോദ്യം. ക്ലാസ്സിൽ ടീച്ചർ ഒരു ചോദ്യം ചോദിക്കും, അപ്പൊ ആരെങ്കിലുമൊക്കെ ഉത്തരം പറയും. അങ്ങനെയല്ല, ഒറ്റക്കൊറ്റക്ക് അള്ളാഹിന്റെ മുന്നിൽ ഓരോരുത്തരും കൊണ്ടുവരപ്പെടുന്ന. ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ ജനിക്കാനിരിക്കുന്ന സകല മനുഷ്യരും ഒറ്റക്കൊറ്റക്ക് അള്ളാഹിന്റെ മുന്നിൽ വരും. വിശുദ്ധ ഖുർആൻ എങ്ങനെ പഠിപ്പിച്ചത്? ലഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മർറ. നിങ്ങളെല്ലാവരും ഏകാഗിയായി കൊണ്ടാണ് എന്റെ അടുക്കലേക്ക് വരിക. കണ്ടോ, എല്ലാവരും ഒറ്റക്കൊറ്റക്കാ വരിക. നിങ്ങളുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നിങ്ങൾ ജന്മമെടുത്തത് ഏകാഗിയായി കൊണ്ടാണ്. അതുപോലെ റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾ വരുന്നത് ഏകാഗിയായി കൊണ്ടാണ്. യുഹ്ശറുന്നാസു യൗമൽ ഖിയാമ ഹുഫാതൻ ഖുറാതൻ ഹുർല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്,
മനുഷ്യരെല്ലാം മഹിശ്വര ലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അവരെല്ലാം നഗ്നരായ നഗ്നപാതരായ നിലക്കാണ്, ചേലാകർമ്മം ചെയ്യാത്തവരായ നിലക്കാണ്. എല്ലാരും അവിടെ ജനിച്ച രൂപത്തിൽ പരലോകത്ത് വരുന്ന ആർക്കും ആരെയും പ്രിയമുള്ളവരെ സഹായിക്കാൻ കഴിയില്ല. ഒരു രക്ഷയ്ക്ക് വേണ്ടി 4 ഭാഗത്തും മനുഷ്യർ നോക്കിയാലും അവിടെ രക്ഷപ്പെടുത്താൻ ഒരാളുണ്ടാവില്ല, ഒരു മനുഷ്യനുണ്ടാവില്ല. ഒറ്റയ്ക്ക് മറുപടി പറയേണ്ടി വരും. അള്ളാന്റെ വിചാരണ അങ്ങനെയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമ്മളാണ് മരിച്ചു കഴിഞ്ഞാൽ അവസ്ഥ എന്താണ്? നമ്മുടെ ശരീരം 6 അടി മണ്ണിലേക്ക് പ്രിയമുള്ളവരെ കൊണ്ടുവെക്കപ്പെടും. നമ്മൾ ചിന്തിക്കേണ്ടതാണ്, നമ്മൾ ആലോചിക്കണം. പക്ഷേ ഒരിക്കലും നമ്മൾ ഒരു മയ്യത്തിന്റെ പിറകെ പോകുമ്പോൾ ഒരു മരണത്തെക്കുറിച്ച് ഓർക്കുക എന്നതല്ലാതെ അതിൻ്റെ അപ്പുറം പ്രിയമുള്ളവരെ, ആ ഖബർ മറമാടിക്കഴിഞ്ഞ് ആ പള്ളിക്കാട്ടിൽ തിരിച്ചു വന്ന പിന്നെ നമുക്ക് അതിനെ കുറിച്ച് ഓർമ്മയില്ല. പിന്നെ മരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തയോ ഓർമ്മയോ പച്ചയായി നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളാരും നമ്മുടെ കുടുംബത്തെ കുറിച്ച് വല്ലാത്ത ആശങ്ക വേണ്ട. നമ്മൾ അങ്ങനെ ചിന്തിക്കുക, ഞാൻ മരിച്ചപ്പോൾ എൻ്റെ ഓൾക്കാരുള്ളത്, എൻ്റെ കുട്ടികൾക്കാരുള്ളത്, കല്യാണം കഴിഞ്ഞിട്ടില്ല കുട്ടികളെ ആരാള്ളത്? ഒരിക്കൽ സുഹൃത്തുക്കളെ, അവർക്ക് ഇവിടെ പലരും ഉണ്ട്. നമ്മളില്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് നല്ല ജീവിതം ഒരുക്ക് കിട്ടും. നമ്മുടെ ഭാര്യക്ക് വേറൊരു ഭർത്താവിനെ കിട്ടും. നമ്മുടെ മക്കൾക്ക് ഒരു വരുമാനം ഇല്ലെങ്കിൽ യത്തീമാണെങ്കിൽ കൂട്ടരെ അവരെ നോക്കാൻ എത്ര ആൾക്കാരുണ്ട് ഇവിടെ. യത്തീം കാനകളുണ്ട്, സൗകര്യമുണ്ട്. നമ്മൾ ചിന്തിക്കണം, മരിച്ചു കൊണ്ടുപോകപ്പെടുന്ന നമ്മുടെ അവസ്ഥ എന്താണെന്ന്. നമ്മുടെ അവസ്ഥ എന്താണ്? ആ ഒരു ചിന്ത ഉണ്ടാകുമ്പോഴേ നമുക്ക് ദീനിന്റെ കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ കഴിയില്ല. ആ ഒരു ഓർമ്മ ഉണ്ടെങ്കിലേ നമ്മുടെ നമസ്കാരത്തിൽ നമുക്ക് കൃത്യമായി പങ്കെടുക്കാൻ കഴിയുള്ളൂ. ആ ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ നമുക്ക് ഒരു ഖുർആൻ ക്ലാസ് പങ്കെടുക്കാൻ കഴിയുള്ളൂ. ആ ഒരു ഓർമ്മ ഉണ്ടെങ്കിലുള്ളൂ ദീനീപരമായ കാര്യങ്ങൾക്ക് ഓടി നടക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ ആലോചിക്കേണ്ട എന്താ അറിയോ, അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ എന്തായിരിക്കും എൻ്റെ അവസ്ഥ, അള്ളാഹിന്റെ കോടതിയിൽ വരുമ്പോൾ എന്തായിരിക്കും എൻ്റെ അവസ്ഥ. നമ്മളെപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് വല്ലാത്ത ആശങ്കയും വല്ലാത്ത ഒരു ഭീതിയാണ് നമുക്ക് ഉണ്ടാകാറുള്ളത്. ഓൻ്റെ എന്താ അവസ്ഥ എന്താവും, മറ്റോന്റെ അവസ്ഥ, അതല്ല നമ്മൾ എൻ്റെ അവസ്ഥ എന്താവും. നമ്മൾ ഈ ജീവിച്ചു തീർത്ത ഈ സമയം ഉണ്ടല്ലോ, ഈ ആയുസ്, ഈ ജീവിച്ചു തീർത്ത എത്രയാണോ നമ്മുടെ പ്രായം, ആ കാലങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതുവരെയുള്ള നമ്മുടെ ആ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് പ്രതീക്ഷ നൽകാവുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. ഞാനിപ്പോ എത്തി നിൽക്കുന്ന ഒരു ഏജ് ഉണ്ടല്ലോ, ഒരു 45, 50, 60 എത്രയാണോ വയസ്സെങ്കിൽ, ആ വർഷക്കാലം പടച്ചോൻ എനിക്ക് അനുഗ്രഹമായി തന്ന എന്റെ ശരീരത്തിന്റെ എല്ലാം, അല്ലേ, അള്ളാന്റെ അനുഗ്രഹം അല്ലാതെ എന്താ പ്രിയമുള്ളവരെ നമുക്കുള്ളത്? നമ്മുടെ ശരീരത്തിന്റെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കി. നമുക്ക് സൗകര്യങ്ങൾ, പടച്ച റബ്ബ് നൽകിയ സൗകര്യങ്ങൾ എടുത്തു നോക്കി. എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിച്ച ഞാനും നിങ്ങളും ആ റബ്ബിനോട് നമ്മൾ തിരിച്ച് നന്ദി ചെയ്തിട്ടുണ്ടോ എന്ന് ഓരോരുത്തർ ആലോചിക്കേണ്ടതുണ്ട്. എന്താ നമ്മൾ ചെയ്തിട്ടുള്ളത്? നമുക്ക് പ്രതീക്ഷ നൽകുന്ന എന്തെങ്കിലും 35, 40, 50 കൊല്ലം മുസ്ലിമായി ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ട്, ഞാൻ മുസ്ലിമായി ജീവിക്കാൻ തന്നെ എനിക്ക് അനുഗ്രഹം നൽകിയ റബ്ബ്, അതാണ് എനിക്ക് പടച്ചു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്തെങ്കിലും തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഏറ്റവും വലിയ അനുഗ്രഹം ഏതാ? ഏറ്റവും വലിയ അനുഗ്രഹം ഏതാ അറിയും സുഹൃത്തുക്കളെ? നമ്മൾ മുസ്ലിമായി ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മുസ്ലിമായ വാപ്പാന്റെ ഇമ്മാന്റെ മകനായി മകളായി ഇവിടെ ജനിക്കാനും ജീവിക്കാനും കഴിഞ്ഞു. അതിനേക്കാൾ ഉപരിയായി ഈ ഹിദായത്തിന്റെ മാർഗം നമുക്ക് ലഭിക്കപ്പെട്ടു എന്നുള്ളതാണ്. ലോകത്ത് ഏറ്റവും മഹോന്നതന്മാരായ വ്യക്തിത്വങ്ങൾക്ക് പോലും അവരിഷ്ടപ്പെട്ട ആളുകൾക്ക് നൽകാൻ കഴിയാത്ത ഹിദായത്തിന്റെ ഉടമകളായി അള്ളാഹു നമ്മളെ തെരഞ്ഞെടുത്തു എന്നുള്ള. നിങ്ങൾ ആലോചിച്ചു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലേ, അള്ളാഹു സ്വയം തന്റെ കൂട്ടുകാരനാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കപ്പെട്ട പ്രവാചകന്.
ഖലീലുള്ള, അള്ളാന്റെ കൂട്ടുകാരനും നമ്മൾ വിളിക്കുന്ന പ്രവാചകൻ. ആ പ്രവാചകന് തന്റെ പിതാവിന് ഇഷ്ടല്ലാഞ്ഞിട്ടല്ല, ആ പിതാവിന് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ ആ പിതാവിന് ഹിദായത്ത് കൊടുക്കാൻ കഴിഞ്ഞോ? ഇല്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മകൻ നൽകാൻ കഴിഞ്ഞോ? ഇല്ല. ഇങ്ങനെ തുടങ്ങി ഓരോ പ്രവാചകന്മാരും, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖാണ് അല്ലേ? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് പ്രബോധനത്തിന് താങ്ങും തണലുമായി നിന്ന തന്റെ പിതൃവ്യൻ മരണത്തോടടുത്ത് നിൽക്കുന്ന സമയത്ത് ആ പിതൃവ്യന്റെ കാതിൽ പോയി മന്ത്രിക്കുന്നുണ്ട്, യാ അമ്മ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ. പക്ഷേ അദ്ദേഹം തന്റെ പൂർവ്വപിതാക്കളുടെ മതത്തിലായിക്കൊണ്ട് മരണപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മരിക്കുന്നത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്ന കണ്ണുകളുമായി കൊണ്ടാണ് പ്രിയമുള്ളവരെ അവിടുന്ന് പുറത്തിറങ്ങണം. അല്ലാഹു ആയത്തിറക്കിയ എന്താണ്? ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. നബിയെ, അങ്ങ് ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കാൻ കഴിയില്ല നബിയെ, നാം ഉദ്ദേശിക്കുന്നവരെയാണ് ഹിദായത്തിലാക്കുന്നത്. ഉണ്ടോ? അല്ലാഹ് ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ അറിയോ? പ്രവാചകന്മാർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട വ്യക്തികൾക്ക് പോലും നൽകാൻ കഴിയാത്ത ഹിദായത്തിലേക്ക് അല്ലാഹ് നമ്മളെ തെരഞ്ഞെടുത്തു. സുഹൃത്തുക്കൾ, എന്ത് ക്വാളിറ്റിയാണ് എനിക്കും നിങ്ങൾക്കും ഉള്ളത്? അങ്ങനെ പടച്ചോൻ തെരഞ്ഞെടുക്കാനുള്ള എന്ത് ക്വാളിറ്റിയാണ് എനിക്കും നിങ്ങൾക്കുള്ളത്? അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹമല്ലേ സുഹൃത്തുക്കളെ? നരകം നിർബന്ധമാകുന്ന ശിർക്ക് എന്ന് പറയുന്ന, കുഫർ എന്ന് പറയുന്ന മാരകമായ വലിയ തിന്മയിൽ നിന്ന് അള്ളാഹ് രക്ഷപ്പെടുത്തിയത്. അതാണ് പ്രിയമുള്ളവര് നമുക്ക് നൽകപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ അനുഗ്രഹം നിലനിർത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതിനാ നമ്മള് 17 തവണ നിർബന്ധമായും പ്രാർത്ഥിക്കുന്നത്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അല്ലാഹുവേ, ചൊവ്വായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ വഴി കാണിക്കണേ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച ആളുകളുടെ മാർഗമാണത്. കണ്ടോ? അപ്പൊ പ്രിയമുള്ളവരെ, നമ്മൾ നിരന്തരം 17 തവണ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ? അത് നിലനിർത്താൻ കഴിയാന്നുള്ളത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ചില മനുഷ്യന്മാരുണ്ട്, അവര് സ്വർഗത്തിന്റെ വക്ക് വരെ എത്തുന്നതാണ്, സ്വർഗത്തിന്റെ ഡോറ് വരെ അവരെത്തും, പക്ഷെ അവർ നരകത്തിലേക്ക് പോകുന്ന ചില ആളുകളുണ്ട്. നരകത്തിന്റെ വക്ക് വരെ എത്തും, പക്ഷെ അവര് സ്വർഗത്ത് പ്രവേശിപ്പിക്കപ്പെടും. എന്താ അറിയോ? ഇത് നിലനിർത്തുക എന്നുള്ളത് ഏറെ ഗൗരവമാണ്, ഏറെ ഗൗരവമാണ്. അതിനുവേണ്ടി പരിശ്രമിക്കണം നമ്മൾ. സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട ആളുകൾ പറയുമത്രേ, അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അൽഹംദുലില്ലാഹ്, പടച്ചോനെ നിനക്കാണ് സർവസ്തുതിയും. അല്ലദീ ഹദാനാ ലിഹാദാ, ഇതിലേക്ക് ഞങ്ങൾക്ക് വഴി കാണിച്ച റബ്ബേ നിനക്കാണ് സർവസ്തുതിയും. കണ്ടോ? വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്, നീ ഞങ്ങൾക്ക് ഇതിലേക്ക് സന്മാർഗദർശനം നൽകിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഈ മാർഗത്തിലേക്ക് എത്തിപ്പെടുമായിരുന്നില്ല. കണ്ടോ? സ്വർഗത്ത് പോയ മനുഷ്യന്മാര് പറയുന്ന. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മൾ ഈ സന്മാർഗം അത് സിദ്ധിച്ചിട്ട്, അത് കിട്ടിയിട്ട് ഇനി നഷ്ടപ്പെടുന്ന ആളുകളായി മാറാൻ പാടില്ല. നഷ്ടപ്പെടുന്ന ആളുകളായി മാറാൻ പാടില്ല. നിങ്ങൾക്കറിയോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അവസാന കാലഘട്ടം വരുമ്പോഴേക്കും ദീനിന്റെ ആളുകളായിട്ട് ആളുകൾ കുറവായിരിക്കുന്നതാണ്. യഥാർത്ഥ ഇസ്ലാമിന്റെ വക്താക്കളായിട്ട് ആളുകൾ കുറവായിരിക്കുന്നതാണ്. അവർ ഉറബാക്കളായി മാറുന്നതാണ്. എന്ത് അപരിചിതരായ ആളുകളായി മാറും. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫതൂബാ ലിൽ ഖുറബാ,
ആ അപരിതരായ ആളുകൾക്കാണ് മംഗളം. കണ്ടോ, കാലങ്ങനെ കഴിഞ്ഞു പോകുമ്പോഴേ ബദഅൽ ഇസ്ലാമു ഗരീബ, ഇസ്ലാം അപരിതത്വത്തിൽ നിന്നാണ് തുടങ്ങിയത്. അഥവാ പ്രവാചകന്മാരൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾ പറഞ്ഞത് മാ സമിഅനാ ബിഹാദാ ഫീ അബാഇനൽ അവ്വലീൻ, ഇതൊന്നും ഞങ്ങളുടെ പൂർവ്വപിതാക്കളിൽ നിന്ന് ഞങ്ങൾ കേൾക്കാത്ത വാദമാണ്. നിങ്ങൾ പറയുന്നത് ഒരു അപരിതമായ വാദമാണ്, ഞങ്ങൾ ഇതുവരെ കേൾക്കാത്ത വാദമാണ്, കാര്യങ്ങളാണ്. ഇതുപോലെ പ്രിയമുള്ളവരെ, ഇസ്ലാം അന്ത്യദിനത്തോടടുത്ത് നിൽക്കുമ്പോൾ വീണ്ടും വസയഊദു ഗരീബാ, ഇതേ അപരിതാവസ്ഥയിലേക്ക് ഇസ്ലാം അടങ്ങിപ്പോകും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ഫതൂബാ ലിൽ ഖുറബാ, അന്നും ഈ അപരിതമായ ആശയത്തെ ജനങ്ങളോട് പറയുന്നവർക്കാണ് മംഗളം. അപ്പൊ സഹാബത്ത് ചോദിച്ചു, ആരാ നബി അവര്? കണ്ടോ, അവർ അല്ലദീന യുസ്ലിഹൂന ഇദാ ഫസദന്നാസ്, ജനങ്ങൾ വഴിതെറ്റുമ്പോ അവരെ നന്നാക്കി കൊണ്ടുവരുന്ന ആളുകളാണ്. നിങ്ങൾ ആലോചിച്ചോക്കാണ്, ഇന്ന് ഇസ്ലാമിന്റെ ഒരു കാര്യം പറയുമ്പോൾ എന്തേക്കാര അവസ്ഥ? മുസ്ലിങ്ങളടക്കം ചാടിക്കടിക്കാൻ വരിക അല്ലേ? ഇസ്ലാമികമായ വേഷം എന്നതാണ്, ഇസ്ലാമികമായ സംസ്കാരം എന്നതാണ്, ഇസ്ലാമികമായ വിശ്വാസം എന്നതാണ്. ആദ്യം ഇത് പറയുന്ന ആൾക്കാരെ നേരിടാൻ വരുന്ന ആരാ? മുസ്ലിം പേരുള്ള ആൾക്കാരാണ്. എന്നുവെച്ചാൽ ഇസ്ലാമിന്റെ സംസ്കാരം സ്വീകരിക്കുന്ന ആളുകൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. യഥാർത്ഥ അഹ്ലുസുന്നയുടെ ആളുകൾ കുറഞ്ഞു കുറഞ്ഞു വരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക എത്രത്തോളം എന്നറിയോ? പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, ഒരു നാട്ടിൽ ഒരാളൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ്, അത്രയും അത് കുറഞ്ഞു വരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലന്നാസി സമാനുൻ, എന്റെ സമൂഹത്തിന് ഒരു കാലഘട്ടം വരാനുണ്ട്, അസ്വാബിറു അലാ ദീനിഹി കൽ ഖാബിളി അലൽ ജംർ, മതം ദീന് മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ളത് തീക്കട്ട കയ്യിൽ പിടിക്കുന്നതിനേക്കാൾ മാരകമായ പ്രയാസമുള്ള കാലഘട്ടമായിരിക്കും അത്. നമ്മൾ യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിച്ചു നോക്കാം, യഥാർത്ഥ ഇസ്ലാമിനെന്ന് നമ്മുടെ ജീവിതത്തിൽ പകർത്തി നോക്കാം. ഓനിന്ന് തീവ്രവാദിയും ഭീകരവാദിയാണ്, ഓനിന്ന് സമൂഹത്തിൽ പറ്റാത്തവനാണ്, ഓൻ 6-ാം നൂറ്റാണ്ടിലുള്ളവനാണ് അല്ലേ? അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് തന്നെ ഒരു അപകർഷതാബോധമാണ്. ഞാനിപ്പോ ഇതൊക്കെ പറഞ്ഞാല്, ഞാനിപ്പോ ഇതൊക്കെ ചെയ്താല്, ഞാപ്പണ് താടി വെച്ചാല്, ഞാപ്പണ് ഞെരിയാണിക്ക് വസ്ത്രം മേലെ ധരിച്ചാല് ഞാനൊരു ഔട്ട് ഓഫ് ഫാഷൻ ആകുമെന്നാണ് അതപ്പത്തെ ചിന്ത. എന്നുവെച്ചാൽ ഇതിങ്ങനെ 4 ഭാഗത്തു നിന്നും ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെയും സംസ്കാരങ്ങളെയും ധാർമ്മികതകളെയും അതുപോലെ തന്നെ വേഷവിധാനങ്ങളെയും ഒക്കെ അങ്ങോട്ട് വിമർശിക്കുമ്പോ നമുക്ക് തന്നെ തോന്നുകയാണ് ഇതാണ് ശരിയല്ലേ. അത്തരം ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കൾ. അതുകൊണ്ട് മാറുന്ന നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകൾ, അതിനെക്കുറിച്ചുള്ള ധാരണ നമുക്കുണ്ടാകേണ്ടതുണ്ട്. അവിടെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് നമ്മുടെ കുടുംബം അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളത്. അത് വിശ്വാസികളെ അള്ളാഹ് ഏൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അള്ളാഹു വിശ്വാസികളെ വിളിച്ചുകൊണ്ടാ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ ഈമാനുള്ള വിശ്വാസികളായ ആളുകളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. നിങ്ങളെ രക്ഷപ്പെടുത്തണം, നിങ്ങളെ കുടുംബത്തെയും രക്ഷപ്പെടുത്തണം. വഖൂദുഹന്നാസു വൽ ഹിജാറ, മനുഷ്യരും പാറക്കല്ലുകളും ഇന്ധനമാക്കി കത്തിക്കപ്പെടുന്ന ലോകമാണത്. അലൈഹാ മലായികത്തുൻ ഗിലാവുൻ ശിദാദ്, അതിന്റെ കാവൽക്കാരായി പരുഷ സ്വഭാവക്കാരായ മലായികത്തുകളുണ്ട്. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. കണ്ടോ, അള്ളാഹിന്റെ കൽപ്പനയ്ക്ക് എതിര് നിൽക്കാത്ത, എന്താണോ പടച്ചോൻ കൽപ്പിച്ചത് അത് നടപ്പിൽ വരുത്തുന്ന മലായികത്തുകളാണവർ എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മളോട് പ്രത്യേകം, വിശ്വാസികൾ എന്ന് അവകാശപ്പെടുന്ന നമ്മളോട് അള്ളാഹ് പറയാണ്, നിങ്ങളെ രക്ഷപ്പെടുത്തിക്കോ, നിങ്ങളെ കുടുംബത്തെ നിങ്ങൾ രക്ഷപ്പെടുത്തിക്കോ. അത് നമ്മുടെ ബാധ്യതയായിക്കൊണ്ടാണ് ഇസ്ലാം പഠിപ്പിച്ചത്.
അവിടെ പ്രിയമുള്ളവരെ, നമുക്കും നമ്മുടെ കുടുംബത്തിനും ഉണ്ടാകേണ്ട വളരെ അനിവാര്യമായ ചില മാറ്റങ്ങളുണ്ട്. നമ്മുടെ വിശ്വാസ രംഗം വേറെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒരു നിലക്കും ഇസ്ലാമിക വിരുദ്ധമായ ഒരു വിശ്വാസം നമുക്കോ നമ്മുടെ വീട്ടിലുള്ളവർക്കോ ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടി വിശ്വാസം നന്നാക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, ഇങ്ങനെ തുടങ്ങിയ ആ കുടുംബത്തിന്റെ ഏതൊക്കെ ആളുകളുണ്ടോ അവർക്കൊക്കെ ദീനി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നവരാകണം. അപ്പോഴേ നമ്മൾ ഖൈറു ഉമ്മത്തും ആവുള്ളൂ. നമുക്കൊരു ഹിദായത്ത് കിട്ടി നമ്മളിങ്ങനെ മുണ്ടാതെ നമ്മുടെ പെരയിലിരിക്കുക, 5 നേരം നിസ്കരിക്കുക, അതല്ല പ്രവാചകന്മാർ പഠിപ്പിച്ചത്. നമ്മുടെ ബാധ്യത എന്താ? നമ്മൾ മനസ്സിലാക്കിയ വിശ്വാസം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, എത്തിച്ചു കൊടുക്കണം. അതാണ് ഖുർആൻ പറഞ്ഞത്, കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിപ്പിക്കപ്പെട്ട ഉത്തമ സമുദായമാണ് നിങ്ങൾ. നമ്മുടെ ഉത്തമ സമുദായമാണ്. നമ്മൾ ഉത്തമ സമുദായം പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. അതിനൊരു ക്വാളിറ്റി ഉണ്ട്. ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പുറപ്പെടുവിപ്പിക്കപ്പെട്ടത്. ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഉത്തരവാദിത്തം എന്താ? തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവരാകണം, നിങ്ങൾ തിന്മ വിരോധിക്കുന്നവരാകണം, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരുമാകണം. നന്മ കൽപ്പിക്ക, തിന്മ വിരോധിക്കുക, ആ പണി നമ്മൾ ചെയ്യണം സുഹൃത്തുക്കൾ. അത് ചെയ്യാത്തൊരു സമുദായമാണെങ്കിൽ സുഹൃത്തുക്കളെ, നമ്മൾ പ്രവാചകന്മാർ ശപിച്ച സമൂഹം കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാണ്. പ്രവാചകന്മാർ ശപിച്ച സമൂഹം. ലുഇനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം. കണ്ടോ, ലുഇനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രായീൽ, ബനു ഇസ്രായീലരിൽപ്പെട്ട, ബനു ഇസ്രായേൽ പറഞ്ഞ ഒരു പ്രവാചകന്റെ പരമ്പരയാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ യാക്കൂബിന് ഇവിടെ വേറൊരു പേരാണ്. ആ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരക്കാണ് ബനു ഇസ്രായേൽ എന്ന് പറയാൻ. ആ ബനു ഇസ്രായേൽപ്പെട്ട നിഷേധികളായ ആളുകൾ ശപിക്കപ്പെട്ടു. അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മറിയം, ദാവൂദ് നബിയുടെ നാവിലൂടെ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാവിലൂടെ. ഇതേ കാരണം കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹ്. കണ്ടോ, അവര് തിന്മ ചെയ്യുമ്പോൾ അത് വിലക്കിയിരുന്നില്ല. തെറ്റ് കണ്ട അത് വിലക്കൂല. ലബിഅസ മാ കാനൂ യഫ്അലൂൻ, അവർ ചെയ്യുന്നത് എത്ര മോശമായ കാര്യമാണ്. കണ്ടോ, തിന്മ കണ്ടാൽ വിരോധിക്കൂല. അതുകൊണ്ടാണ് ഈമാനുള്ളൊരു മനുഷ്യൻ എന്നുള്ളതിന് എന്താണ് ഈമാനുള്ളൊരു മനുഷ്യനുള്ളതിന്റെ തെളിവ് എന്താ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ റആ മിൻകും മുൻകർ, നിങ്ങളൊരു തെറ്റ് കണ്ടാൽ ഫൽയുഗയ്യിറുഹു ബിയദിഹി, അത് നിങ്ങൾ കൈകൊണ്ട് തടയണം. ഫഇല്ലം യസ്തതി, അത് നിങ്ങൾക്ക് കഴിയണില്ലെങ്കിലോ ഫബിലിസാനിഹി, നാവ് കൊണ്ട് നിങ്ങൾ തടയണം. ഫഇല്ലം യസ്തതി, അതിനും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഫബിഖൽബിഹി, ഹൃദയം കൊണ്ട് അതിനെ വെറുക്കുകയെങ്കിലും വേണം. ഈ മൂന്നാമത്തെ അവസ്ഥ എന്താ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞറിയോ? ദാലിക അളഅഫുൽ ഈമാൻ, ഈമാന്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയാണത്. എന്ന് വെച്ചാല് ഈമാൻ എന്ന് പറയുന്ന അതിന്റെ ഒരു സ്പാർക്ക് ഹൃദയത്തിൽ എവിടെങ്കിലും ഒരു പുള്ളി ഉണ്ട് വിചാരിച്ചു, എന്നാ അതിനോട് വെറുപ്പെങ്കിലും കാണിക്കുന്ന. നമ്മളെ നാട്ടിലത്തെ കല്യാണമൊക്കെ എല്ലാ തെമ്മാടിത്തരം മ്യൂസിക്കും സിസ്റ്റും എല്ലാം ഉണ്ടാവും. അതിലിങ്ങനെ പല്ലുകുത്തി പോയിക്കും മുജാഹിദായിട്ട് അല്ലേ? അതിലെന്ത് ഈമാനുള്ളപ്പോ? അതാണ് മനസ്സുകൊണ്ടുള്ള വെറുപ്പില്ല. മനസ്സുകൊണ്ടുള്ള വെറുപ്പുണ്ടെങ്കിൽ മിനിമം എന്താ ചെയ്യുക? പോകാതിരിക്കും. നമുക്ക് അവിടെ കൈകൊണ്ട് തടയാൻ കഴിയണില്ല, നാവുകൊണ്ട് വിലക്കാൻ കഴിയണില്ല അല്ലേ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു തെറ്റ് തിന്മ കാണുമ്പോ ഹൃദയം കൊണ്ട് വെറുക്കെങ്കിലും വേണം. ഒരു ദുർബലമായ ഈമാന്റെ കണി കണ്ടെങ്കിൽ അതെങ്കിലും ചെയ്യുന്ന, അല്ല താടിയും എരിയാണിക്ക് മീത വസ്ത്രവും 5 നിസ്കാരമുണ്ട് ഈമാണ്ടായി എന്നല്ല. അതാണ് ഇസ്ലാമിന്റെ ഗൗരവമാണ് പ്രിയപ്പെട്ട. നന്മ നമുക്ക് കഴിയുന്നത്ര ചെയ്താൽ മതി. തിന്മ ഉണ്ടല്ലോ എന്നോട് അടുക്കാൻ പാടില്ല എന്ന ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. എന്നാലും ഒരു പക്ഷേ ജീവിതത്തിൽ തിന്മ വന്നേക്കാം, അവർക്കാണ് തൗബ. അങ്ങനെ തൗബ ചെയ്യുന്നവരെയാണ് അള്ളാഹ് ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൽ
ഒരു തെറ്റിലകപ്പെട്ട എല്ലാ കാലവും തെറ്റുകാരനാണ് നല്ല ഇസ്ലാം പഠിപ്പിച്ചത്. തൗബ ചെയ്തു മടങ്ങുന്ന ആളുകൾക്ക് അവരെ കുറിച്ച് അള്ളാഹ് സന്തോഷിക്കുന്നതാണ്. അതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരു തൗബ ചെയ്ത് മടങ്ങുന്ന ആളുണ്ടല്ലോ, അവനെ കുറിച്ച് അള്ളാഹ് സന്തോഷം പ്രകടിപ്പിക്കുന്നതാണ്. മാത്രമല്ല അവർക്ക് വലിയ പുണ്യങ്ങൾ കിട്ടുന്നതാണ്. അല്ലേ? ഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ് ഹദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ്. കണ്ടോ, മുത്തഖീങ്ങളായ ആളുകൾക്ക് സ്വർഗ്ഗം ഇങ്ങനെ അടുത്ത് കൊണ്ടുവരപ്പെടുന്ന, വിദൂരമല്ലാത്ത രൂപത്തിൽ സ്വർഗ്ഗം ഇങ്ങനെ അടുത്ത് കൊണ്ടുവരപ്പെടും. എന്നിട്ടോ അതാർക്കുള്ളതാ? ഹദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ്. അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയ ആളുകൾക്ക് അള്ളാഹു കരാർ ചെയ്തതാണത്. കണ്ടോ, അതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കരാർ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു പുണ്യം എന്നുള്ളതാണ്. അവർക്ക് സ്വർഗം ഏറ്റവും അടുത്ത് കൊണ്ടുവരപ്പെടും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ്, റഹ്മാനായ റബ്ബിനെ അദൃശ്യമായ നിലക്ക് അവർ ഭയപ്പെട്ടവരാണ്. വജാഅ ബിഖൽബിൻ മുനീബ്, തപിക്കുന്ന ഹൃദയവുമായി കൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങിയവനാണവൻ. അള്ളാഹുവിലേക്ക് പടച്ചോനെ പറ്റിപ്പോയി തെറ്റുകൾ, അതുകൊണ്ട് അള്ളാഹുവെ പുറത്തു തരണേ എന്ന ഖേദിക്കുന്ന മനസ്സുമായി അള്ളാഹുവിലേക്ക് മടങ്ങുന്നവർക്ക് സ്വർഗം അടുത്തു കൊണ്ടുവരപ്പെടുന്ന, അവർക്ക് അടുത്തു കൊണ്ടുവരപ്പെടും. അപ്പൊ പ്രിയമുള്ളവരെ, ആ സ്വർഗത്തിലേക്കാണ് അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അള്ളാഹു നമ്മളെല്ലാം ആ അനുഗ്രഹീതമായ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, അതിനെന്താ അറിയോ? അതിന് കുറച്ചൊരു അധ്വാനം ഉണ്ട് എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏത് തിന്മകൾ വന്നു പോയിട്ടുണ്ട്, പടച്ചവനോട് നമ്മൾ പശ്ചാത്തപിക്കാൻ തയ്യാറാകണം. എൻ്റെ ഒരു പുതിയ മനുഷ്യനാകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അതിലാദ്യം എന്താ അറിയോ? നമ്മള് തിന്മയോട് ഒരു നിലക്കും നമ്മൾ സമരസപ്പെട്ടു പോകാൻ പാടില്ല എന്നുള്ള. അത് അവനാന്റെ അടുത്താണെങ്കിലും, അവനാന്റെ കുട്ടികളുടെ അടുത്താണെങ്കിലും, അവനാന്റെ കെട്ടിയോളത്താണെങ്കിലും, അവനാന്റെ വീട്ടിലാണെങ്കിലും തിന്മ തന്നെയാണ്. അല്ലെ? നമ്മളെന്താ അറിയോ? നാലാളെ കൂടുമ്പോ മറ്റുള്ളവർ ചെയ്യുന്ന തിന്മയ്ക്ക് നമ്മളിങ്ങനെ പറയും, കേട്ടോ, അവന്റെ അവിടെ അങ്ങനെ ഇരുന്നു, എന്റെ അവിടെ അങ്ങനെ ഇരുന്നു. നമ്മോട് പറയാത്ത കല്യാണത്തിൽ ഉണ്ടായ എല്ലാ തിന്മയും നമ്മൾ പറയും. അവന്റെ കല്യാണം കണ്ടില്ലേ, എന്താപ്പാ ഭക്ഷണമൊക്കെ പാടെ കാട്ടിയത്, ഒക്കെ പാടെ കൊണ്ടുപോയി അവിടെ കൊട്ടി ഓൻ കൊഴിച്ചു മൂടി. മറ്റേ കല്യാണം കണ്ടില്ലേ, എന്താണ് റോഡൊക്കെ ബ്ലോക്ക് ആക്കിയിട്ട്. അത് നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മോട് പറഞ്ഞിട്ട് നമ്മളതിന് പോവും. എന്നിട്ട് പറയില്ല. ഇങ്ങനെയാണ് അവനാന്റെ പെരേത്തെ കല്യാണം അതും ഒരു മാന്യ ഇസ്ലാമികമായി നടത്താൻ കഴിയില്ല. ഇങ്ങനെ തുടങ്ങി കല്യാണം മാത്രമല്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എന്തെടുത്ത് നോക്കിയാലും സുഹൃത്തുക്കൾ, ഒരു ഈമാൻ ഒരു മനുഷ്യനുണ്ട് എന്ന് പറയാൻ കഴിയണ ഒന്നും കാണാൻ കഴിയണില്ല. അതാണ് അവസ്ഥ. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ച് എന്താ അറിയോ, മക്കളൊക്കെ വളർത്തുമ്പോൾ, ഇപ്പൊ എന്റെ മുന്നിരിക്കുന്ന ഏതാനും കുറച്ച് ആൾക്കാർ, നമ്മളൊക്കെ നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താ ആലോചിച്ചിട്ടുണ്ട്? ആകെ നമ്മൾ ദീന് പഠിപ്പിച്ചിട്ടുണ്ടാകുക 5 മദ്രസിലാണ്. അതിന്റെ അപ്പുറം നമ്മൾ മദ്രസ ഉണ്ടാവൂല. ആകെ ഒരു വെള്ളിയാഴ്ച പള്ളിയിൽ പോണ കുട്ടികളായിരിക്കും. അല്ലേ? ഓരോ ഉമ്മമാരും വാപ്പാരും ചിന്തിക്കേണ്ടതാണ്. പടച്ചോൻ അമാനത്തായി ഏൽപ്പിച്ചതാണ് നമ്മുടെ മക്കളെ. നിങ്ങൾ വിചാരിക്കണ്ട ഞാനും എൻ്റെ കെട്ടിയോളും ഞങ്ങളുടെ അധ്വാനത്തിന്റെ ഫലാന്റെ കുട്ടികളും ഒന്നുമല്ല. 10ഉം 15ഉം കൊല്ലം ദാമ്പത്യ ജീവിതം നയിച്ചിട്ട് കുട്ടികളില്ലാത്ത മനുഷ്യന്മാരുണ്ട്. അള്ളാഹു നമുക്ക് നൽകിയ അമാനത്താണ്, വിശ്വസിച്ചേൽപ്പിച്ച മുതലാണ്. അതിനെങ്ങനെയാണ് വളർത്തേണ്ടത് എന്ന് അള്ളാഹു നിർദ്ദേശവും തന്നിട്ടുണ്ട്. നമ്മളെ ആണെങ്കിൽ അല്ലേ, നമ്മളെ കുട്ടികൾ നമ്മളുണ്ടാക്കി നമ്മളുടേതായ കഴിവും നമ്മളുടേതായ ഒരു അധ്വാനം ആയിരുന്നുവെങ്കിൽ സുഹൃത്തുക്കളെ, അത് നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് അവരെ വളർത്തിക്കൊണ്ടുവരായിരുന്നു. എങ്ങനെ വളർത്തേണ്ടത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എത്ര ആള് പ്രിയമുള്ളവരെ ദീനീ രംഗത്തുണ്ട്. അള്ളാഹിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരുന്ന, അള്ളാഹിന്റെ 1.25 ലക്ഷം പ്രവാചകന്മാർ ലോകത്ത് കടന്നു പോയിട്ടുണ്ട്. നമ്മൾ എന്താ പറയാ അറിയോ? നൂഹ് നബിക്ക് മകനെ കിട്ടിയിട്ടില്ല. നമ്മൾ പള്ളിക്കും കൊണ്ടുവരില്ല, ക്ലാസ്സിനും ഉണ്ടാവൂല, QHLS ഉണ്ടാവൂല, മദ്രസ ഉണ്ടാവൂല, ഒന്നും ഉണ്ടാവൂല. യാതൊരു നമ്മൾ ആഗ്രഹിക്കണം എന്താ അറിയും? ഒരു ശരാശരി മാതാപിതാക്കളൊക്കെ ആഗ്രഹിക്കണം എന്താ അറിയും? ഞാൻ കുട്ടീനെ 15 കൊല്ലം വളർത്തിയ പൈസ ഉണ്ടല്ലോ, ആ പൈസ ഒരു 5 കൊല്ലം കൊണ്ട് തിരിച്ചിട്ടണമെന്നാണ്.
അവനാന്റെ വീട്ടിൽ വാഴക്കൃഷി നടത്തൂലേ നമ്മൾ വാഴക്കൃഷി നടത്തും എന്താ നമ്മൾ ആലോചിക്കുക? ഈ വാഴ ഒരു കൊല്ലം കൊണ്ട് കൊലച്ചിട്ട് അത് വിറ്റിട്ട് നമ്മള് വാഴക്കൃഷിക്ക് ഇറക്കിയ പൈസേനെക്കാട്ടിലും കുറച്ച് അധികം ലാഭം കിട്ടണം എന്ന് ആഗ്രഹിക്കുക അല്ലേ? അത് ആഗ്രഹിക്കുക. ഒരു ബിസിനസ് തുടങ്ങി, ഒരു കട തുടങ്ങിയാണ്, നമ്മൾ എന്താ ആഗ്രഹിക്കുക? ലാഭം കിട്ടണം എന്നാണ്. മക്കളെ വളർത്തുമ്പോഴും വാപ്പയും ആഗ്രഹിക്കുന്നത്, ശരാശരി വാപ്പാരുമാരും ആഗ്രഹിക്കുന്നത് തന്നെയാണ്. അവനാ മരിച്ചാല് അവനാന്റെ മയ്യത്ത് സ്കരിക്കാൻ കഴിയുന്ന ഒരു മകൻ ഉണ്ടാകണം, മകൾ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന മാതാപിതാക്കൾ സംഘടനാ ഭേദമന്യേ എല്ലാരെയും പറയുന്നു. അതിൽ സംഘടന ഇതൊന്നുമില്ല, ഏകദേശം എല്ലാവരും അതിൽ കണക്കാണ്. നമ്മൾ ആകെ ഉണ്ടാകുക 4 വരെ 5 വരെയും മദ്രസയാണ്. അതിന്റെ അപ്പുറം ദീനിനോട് യാതൊരു താല്പര്യം അവനാന്റെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക വാപ്പാക്കുമ്മക്ക് ഒട്ടുമില്ല അല്ലേ? ആകെ ഒരു ചേലും കോലത്തിലും വരെ വെള്ളിയാഴ്ച പള്ളിക്കാണ്. കുറച്ചെങ്കിലും ചേലും കോലത്തിലും വരുന്നുണ്ടെങ്കിൽ പള്ളിയിലേക്കാ വരിക. അതിപ്പോ അതിൻ്റെയൊക്കെ വേഷമൊക്കെ മാറിയിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ചില പെണ്ണുങ്ങളുണ്ട് സ്വർഗത്തിന്റെ 7 അയലത്ത് പോലും ഓൽക്ക് എത്താൻ കഴിയില്ല എന്നാണ്. 7 അയലത്ത് പോലും എത്താൻ കഴിയില്ല. സ്വർഗത്തിന്റെ പരിമളം അത് വിദൂരതയിലേക്ക് വീശിയടിച്ചു കൊണ്ടിരിക്കും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. പക്ഷേ ചില സഹോദരിമാർ അവർക്ക് ആ സ്വർഗത്തിന്റെ വീശിയടിക്കുന്ന പരിമളം എത്തുന്ന ദൂരത്തിലേക്ക് വരെത്താൻ കഴിയില്ല. എന്താ കാരണം? വസ്ത്രം ധരിച്ച നഗ്നകളാണ്. വസ്ത്രം ധരിച്ചിട്ടുണ്ട്, നഗ്നകളാണ്. പർദ്ദക്കെന്നെയോ, പക്ഷേ പർദ്ദ ഇങ്ങനെ നടക്കുമ്പോഴാണ് അങ്ങനെ അതിന്റെ കോലക്കം മാറുന്നു. ശരീരത്തിന്റെ ഉയർച്ച താഴ്ചകൾ പ്രകടമാകുന്ന വസ്ത്രം ധരിക്കുന്നവർ, ചാഞ്ഞും ചെരിഞ്ഞും മറ്റുള്ളവർ ആകർഷിക്കുന്ന രൂപത്തിൽ നടക്കുന്നവർ അല്ലേ? ഇന്നിപ്പോ അതുമല്ല, അതൊക്കെ മാറിപ്പോ അതിന്റെ കൂടെ കുറച്ച് ഒരു 2 ഇഞ്ച് കനത്തിലുള്ള പുട്ടി, അതുപോലെ തന്നെ ചോപ്പിച്ച ചുണ്ടുകള്, പ്ലക്ക് ചെയ്ത പിരികങ്ങള്, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ശപിക്കപ്പെട്ട പെണ്ണുങ്ങളാണ് പറഞ്ഞ. കണ്ടോ, അള്ളാഹു ശപിച്ചിട്ടുള്ള പെണ്ണുങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. എങ്ങനെ അറിയോ? അവരിങ്ങനെ പിരികം പ്ലക്ക് ചെയ്യുന്ന ആളുകളാണ്, മുടി ചേർത്ത് വെക്കുന്നവളാണ്. എന്ന് വെച്ചാൽ കുറെ മുടി ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, മുടി ഇങ്ങനെ ചേർക്കുക. അങ്ങനത്തെ പെണ്ണുങ്ങൾ, സൗന്ദര്യം കൂട്ടാൻ വേണ്ടി പല്ല് രാഗി വിടവുണ്ടാക്കുന്ന സ്ത്രീകൾ, ഇങ്ങനെ തുടങ്ങി. ഇതൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് അല്ലേ? പച്ച കുത്തുന്ന പെണ്ണുങ്ങൾ, പച്ച കുത്തിക്കുന്ന പെണ്ണുങ്ങൾ, ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന പെണ്ണുങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഇങ്ങനെ തന്നെ പണി. എന്നോട് ഒരാൾ പറയാണ്, ഒരു മുഖത്ത് എന്തോ ഒരു സാധനം തന്നിട്ട് കോലാക്കി തീർക്കുമ്പത്തിന് ഒരു 5000 റുപ്യ മിനിമം പോകുന്നതാണ്. 10 ആണല്ലേ കല്യാണത്തിന് പെണ്ണിനെ കൊണ്ടുപോയിട്ട് 40,000. അള്ളാ, അപ്പൊ ഞാൻ പറഞ്ഞത് കുറഞ്ഞിക്കാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, അന്ന് നിസ്കാരമില്ല. കാരണം നിസ്കരിച്ചാൽ മുഖം കഴുകിയാല്, ഇതിപ്പോ കഴുകിയാ പോയില്ലേ, രാവിലെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് ഉച്ചയാകുമ്പത്തിന് ഇതൊക്കെ പാടെ അടിച്ച് വാപ്പാക്ക് ഇത് മകൾ തന്നെയാണോ എന്ന് സംശയം തോന്നും. ഇത് കയറി വരുമ്പോ എവിടെ പുതിയ എണ്ണ വയ്ക്കും അല്ലേ? പിന്നെ 2 ദിവസം കഴിയുമ്പോഴാണ് ഇതിന്റെ കോല അറിയാം. അപ്പൊ സുഹൃത്തുക്കൾ എന്തറിയോ, ഇങ്ങനെ പടച്ചോൻ പഠിപ്പിച്ച ദീനുണ്ടല്ലോ, അതിന് യാതൊരു വിലയും കൊടുക്കാത്ത ആളുകളായി മുസ്ലിം സമൂഹന്മാര്. ഒരു വിലയില്ല, വാപ്പാക്കൂല്ല, അമ്മാക്കൂല്ല, കുട്ടികൾക്കൂല്ല, ഒന്നിനുമില്ല. എവിടെ ഇസ്ലാം? എവിടെ? നമ്മുടെ എല്ലാ രംഗങ്ങളിലും പ്രിയമുള്ളവരെ എന്താണ് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ടത് എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. എവിടെ പഠിപ്പിക്കും? നമ്മുടെ ശരീരത്തിൽ വളരുന്ന രോമങ്ങൾ എത്ര നിസ്സാരമാണ് പ്രിയമുള്ളവരെ. ആ രോമങ്ങൾ എവിടെ വെട്ടണം, എവിടെ വടിക്കണം, എവിടെ നിലനിർത്തണം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇതിപ്പോ ആരോടാ ഇത് പറഞ്ഞത്? നമ്മളോടാ പറഞ്ഞത്. നമ്മൾ ഈ സമൂഹത്തിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ ആളുകൾ ഒരു ചെയ്യുന്ന ശിർക്കിനെ കുറിച്ചും കുഫറിനെ കുറിച്ചൊക്കെ വല്ലാതെ വേദന അതൊക്കെ നമുക്കുണ്ടാകും. പക്ഷെ അവനാന്റെ പെരയിൽ നടക്കണ ഈ തിന്മണ്ടല്ലോ, ഇതിനെക്കുറിച്ച് യാതൊരു വേദനയും ഉണ്ടാവില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, സലാസത്തുൻ ലാ യൻദുറുല്ലാഹു ഇലൈഹിം വലാ യുസക്കീഹിം
വലഹും അദാബുൻ അദീം. 3 വിഭാഗം ആളുകൾ, അവരിലേക്ക് നാളെ പരലോകത്ത് അല്ലാഹു തിരിഞ്ഞു നോക്കുകയില്ല, അവർ സംസ്കരിക്കപ്പെടുകയില്ല, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. അതിലൊന്നാരറിയോ? അൽ മർഅത്തുൽ മുതറജ്ജില, പുരുഷവേഷം കെട്ടുന്ന സ്ത്രീകളാണ്. അല്ലെ, ജീൻസും ടോപ്പൊക്കെ അണിഞ്ഞിട്ടേക്കാര്. ആണുങ്ങൾ ഇടുന്ന സാധനക്കാര് പെണ്ണുങ്ങൾ ഇടുന്ന ചുരിദാറൊക്കെ കാണാം ആണുങ്ങൾ ഇട്ടിട്ട്. കല്യാണത്തിനൊക്കെ പോയാൽ കാണാം അല്ലെ, പെണ്ണുങ്ങൾ ഇട്ടിരുന്ന പണ്ടത്തെ ചുരിദാർ പെട്ടുന്ന ഒരു ഷാൾ ഉണ്ടാവും, അടിയിലിടുന്ന പാൻറ്റും ഉണ്ടാവും. പേര് മാറ്റും. അപ്പൊ ഈ മദ്യത്തിന് പേര് മാറ്റും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു കാലഘട്ടം വരുന്ന ഖംറിന് ആ പേരല്ലാത്ത നിലക്ക് അത് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം വരും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. മദ്യത്തിന്റെ പേരല്ലാതെ ഇപ്പൊ എന്താ പേര്? സ്റ്റാമ്പൺ, MDMA ആണ്, അങ്ങനെ പലതുമാണ് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, എന്റെ സമുദായത്തിന് ഒരു കാലഘട്ടം വരും. എന്തേ കാലഘട്ടത്തിന്റെ പ്രത്യേകത? എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ അവർ മദ്യം അത് കുടിക്കുക തന്നെ ചെയ്യും. പേര് കൊടുക്കെന്താ? ആ പേര് ഞാനത് വലിക്കല്ലേ, ഇസ്ലാമിനെ കുടിക്കണ അങ്ങനത്തെ അല്ലേ ഹറാമാക്കിയത്, കള്ളല്ലേ. ഞാൻ അതൊരു ബീഡിയല്ലേ വലിക്കണത്, ഒരു സിഗരറ്റ് അല്ലേ, എന്താ പ്രശ്നം അല്ലെ? അതിനൊക്കെ മസാല ഉണ്ടാക്കിയ നമ്മുടെ ആൾക്കാര്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, വാപ്പ അമ്മർത്തിരുന്നിട്ട് എന്ത് ചെയ്യും? ഉപ്പരിങ്ങനെ ഫിൽറ്ററും സീസറൊക്കെ വലിക്കും. കുട്ടികൾ കഞ്ചാവ് അടിക്കുമ്പോഴോ അത് പറ്റൂല. ഒരു പരിധി വരെ സുഹൃത്തുക്കളെ നമ്മുടെ മക്കൾ ലഹരിയിലേക്ക് അടിമപ്പെടാൻ എന്താ കാരണം എന്നറിയോ? ആ ഒരാശയം ഹൃദയത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു കാരണം, ഇത് വലിക്കുന്നതിന്റെ മുമ്പ്, കുടിക്കുന്നതിന്റെ മുമ്പേ ആ ഒരു താല്പര്യം ഹൃദയത്തിലേക്ക് വരണം. അപ്പോഴേ ഇത് ചെയ്യുള്ളൂ. ആ താല്പര്യം ഉണ്ടാക്കിയത് നിങ്ങളെ വീട്ടിൽ നിങ്ങളാണ്. ഒന്നുകിൽ നിങ്ങളുടെ വീട്ടിൽ സംവിധാനിച്ചിട്ടുള്ള സിനിമയും സീരിയലും അത് അല്ലെ, സിനിമയിലെങ്ങനെ നായകനോ അങ്ങനെ വലിച്ചൂതിയിട്ട് ഇങ്ങനെ വിട്ടിങ്ങനെ അങ്ങനെ മ്യൂസിക് ഒട്ട് നടന്നു വരുന്നത് ഇത് നമ്മളെ കുട്ടികൾ കാണുകയാണ്. ഓൻ ഇഷ്ടപ്പെടുന്നവരൊക്കെയാണ്. വാപ്പാനും ഇമ്മാനും ഇഷ്ടപ്പെടുന്ന മക്കളെന്ന് എവിടെയുള്ളത്? ഒരൊറ്റൊന്നില്ല. ഓന്റെ തലമുടി നോക്കിയാല്, ഓന്റെ ഡ്രസ്സ് നോക്കിയാല്, ഓന്റെ എല്ലാം എല്ലാം അവർ ഇഷ്ടപ്പെടുന്ന ആരനെ? സിനിമ സ്റ്റാർ, സ്പോർട്സ് സ്റ്റാർ. പണ്ടൊക്കെ നിങ്ങൾ ആലോചിച്ചില്ല, നമുക്കൊരു കീറിയ പാൻറ് ഇടാൻ നമ്മളൊക്കെ ചെറുപ്പങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങളെ ഞാൻ എന്റെയൊക്കെ ചെറുപ്പത്തിൽ, നിങ്ങളൊക്കെ ചെറുപ്പം അതിനേക്കാള് ഒരു പ്രയാസമുള്ള കാലഘട്ടവും. അപ്പൊ എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു കീറിയ പാൻറ് ഉണ്ടെങ്കിലൊന്നും ഞങ്ങൾ ഇടൂല. ഇടാൻ ഭയങ്കര വിഷമാണ്. പിന്നെ തുന്നി കൂട്ടിയിട്ടൊക്കെ അന്ന് തരിക ഇടാൻ, കാരണം അന്ന് അത്രേ ഉള്ളൂ. നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ അത്രയും ഉണ്ടാവൂല അല്ലേ? ഇന്ന് കീറിയാലാണ്. അന്നത്തെ പാൻറ് എടുത്ത് വെച്ചോക്കി ഇന്ന് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കായിരുന്നു. ഇന്ന് കീറിയാലാണ് മോഡല്. അത് കീറൽ എവിടെയാണ്? ചന്തിമൊക്കെ കീറണം, കാണാൻ പറ്റാത്തോടത്ത് കീറണം, അപ്പോഴേ അതിയുടെ മോഡലാണ്. അതാണ് ഇന്നത്തെ അവസ്ഥ. ഇപ്പൊ ഇന്ന് ആ ട്രെയിൻ ഇറങ്ങുമ്പോണ്ട് ഒരുത്തം ഫാൻറ് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട്, നമ്മള് തുണിയൊക്കെ വെള്ളമാകണമെങ്കിൽ പൊക്കി പിടിക്കും പോലെ 2 ഫാൻറിന്റെ കാല് ഇങ്ങനെ പൊക്കി പിടിച്ച് വരുന്നുണ്ട്. കാരണം പാവാട പോലെയാണ് ആ സാധനം. അടിങ്ങനെ ഭയങ്കര, അതിനൊരു പേരുണ്ട് ഇപ്പോ അല്ലേ? ബാഗി, ഒരിക്കൽ അറിയുള്ളൂ, ബാഗി പാൻറ്. ഓനെ പൊക്കി പിടിച്ചിട്ട് അങ്ങനെ വരുന്നേ. ഓനിപ്പോ എന്തിനാ ഇട്ടിക്കണെന്ന് ആലോചിച്ചാൽ. എന്ന് വെച്ചാൽ അതോട് ലൂസായിട്ടേ ഇതന്നെ പെണ്ണുങ്ങളെത്തുകൊണ്ട് പോകും, പെൺകുട്ടികളും ഉണ്ട് അങ്ങനെ ഇട്ടിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞെന്താ അറിയോ? സത്യത്തില് അള്ളാഹുവിന്റെ പ്രവാചകൻ ശപിക്കപ്പെടാനുള്ള കാരണം എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മളെ കുട്ടികളിൽ ഉണ്ട് എന്നർത്ഥം. ഇനി ഇതൊക്കെ ഒരു ഭൂരിഭാഗം ഉള്ളത് എവിടെയാണ് നിങ്ങൾക്ക്? എവിടെ? നമ്മളെ കൗമിലാണ്. നിങ്ങൾ ഇനി വീഡിയോ പുറത്തു വിടേണ്ട കാര്യം ഞാൻ പറഞ്ഞു പറയാം. ഏകദേശമുള്ള അതാണ്. ഇത്രയധികം മോഡലുകൾ സുഹൃത്തുക്കള് മറ്റൊരു കൗമിൽ നമുക്ക് കാണാൻ കഴിയണില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, പെൺവേഷം കെട്ടുന്ന, ആൺവേഷം കെട്ടുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, അവര് അള്ളാഹു നാളെ പരലോകം തിരിഞ്ഞു നോക്കാത്ത വിഭാഗമാണ് എന്ന്. അള്ളാഹിന്റെ ശാപത്തിന് അർഹരായവരാണ്. രണ്ടാമത്തെ അറിയോ? അൽ ആഖുലി വാലിദൈ, മാതാപിതാക്കളെ ധിക്കരിക്കുന്നവരാണ്. ഇപ്പൊ നമ്മളൊക്കെ വാപ്പിയമ്മയാണ്. നമ്മളെ മക്കള് എത്രത്തോളം നമ്മൾ അനുസരിക്കുന്നുണ്ട്? ഇപ്പൊ ഞാൻ LP സ്കൂളിൽ അധ്യാപനം, LP സ്കൂൾ 10 വയസ്സ് 9 വയസ്സ് വരെയുള്ള കുട്ടികളെ അവിടെ ഉണ്ടാവുള്ളൂ. 2ാം ക്ലാസ് പഠിക്കണ കുട്ടിയുടെ ഉമ്മ വന്നിട്ട് പറയാണ്, ആ ഷെബനൊന്നും പറഞ്ഞാൽ കേൾക്കണില്ല. വയസ്സ് എത്ര? 7 വയസ്സ്. ഞാൻ കുറെ ചിരിക്കും. ഞാൻ ചുബൻ എത്ര വയസ്സ്? 7 വയസ്സ്. നിങ്ങൾക്ക് എത്ര വയസ്സ്?
ഈ 7 വയസ്സുള്ള കുട്ടി നിങ്ങൾ പറഞ്ഞ അനുസരിക്കണില്ലെങ്കിൽ ഇവനൊരു 25, 20, 18, 19 വയസ്സാകുമ്പത്തെ അവസ്ഥ എന്താ വെച്ചു? ഇന്ന് അനുസരിക്കണില്ല. മാതാപിതാക്കൾ നിസ്സഹായരാകുകയാണ്. വാപ്പയും പറഞ്ഞ അനുസരിക്കാത്ത മക്കൾ. നമ്മളൊക്കെ പണ്ടെന്താ അറിയോ? എനിക്കറിയാം, നമ്മളൊക്കെ ഒരു ചെറുപ്പത്തില് പന്തളിക്കാൻ പോകണമെങ്കിൽ നമ്മളെ വീട്ടിലുള്ള പശുവിന് പുല്ലരിയണം. പുല്ലരിയില്ലേ? അന്ന് പറഞ്ഞാൽ അറിയില്ല. ഇപ്പത്തെ തലമുറക്ക് പുല്ലരിയ പശു ഒന്നും അറിയില്ല. നമുക്ക് പന്തളിക്കാൻ സ്കൂൾ 4 മണിക്ക് വിട്ടിട്ട് 3 കിലോമീറ്റർ നടന്ന് വീട്ടിലേക്ക് എത്തണം. ഇപ്പൊ നടക്കല്ല, ഓടുക. കാരണം എന്താ വെച്ചാൽ വന്നിട്ട് കുറെ പണി ഉണ്ടായിട്ട് കളിക്കാൻ വിടുള്ളൂ. ഈ കളി ക്യാൻസലാവും. എന്നിട്ട് നമ്മൾ പുല്ലരിയണം. പുല്ലരിഞ്ഞ് കൊടുന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കളിക്കാൻ പോകാൻ പറ്റുള്ളൂ. അവർ പുല്ലരിയേണ്ട ഒരു പ്രയാസം എങ്ങനെയെന്നിപ്പോ ഇന്നിപ്പോ ആരോടാ പറഞ്ഞിട്ട് കാര്യമുണ്ട്? ഒരു കാര്യമില്ല. അത് പോയി പുല്ലരിഞ്ഞു കൊടുന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇനി അങ്ങനെ പുല്ലരിഞ്ഞില്ലെങ്കിലോ ആദ്യം കിട്ടും ഉമ്മാന്റെ ഒക്കെ നടി. ഇന്ന് നമ്മളെ കുട്ടികൾ ആർക്കും തൊടാൻ പറ്റൂല. വാപ്പാക്കും ഉമ്മാക്കും തൊടാൻ പറ്റൂല, അധ്യാപകർക്ക് തൊടാൻ പറ്റൂല, ഉപദേശിക്കാൻ പോലും ഒരു പരിധിക്കപ്പുറം വാപ്പാക്കും ഉമ്മാക്കും പറ്റൂല. ചൈൽഡ് ലൈനർ വരും. ചൈൽഡ് ലൈൻ അറിയില്ലേ? നമ്മളെ കുട്ടികളത്തൊക്കെ നമ്പർ ഉണ്ടാവും, സ്കൂളിൽ നിന്നാക്കി കൊടുക്കുന്നുണ്ട്. ഈ ചൈൽഡ് ലൈനർ വന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? വാപ്പയും മകനെ പീഡിപ്പിക്കുന്നു, മകളെ പീഡിപ്പിക്കുന്നു. നമുക്ക് ഉപദേശിക്കാൻ പറ്റൂല. എന്നാലോ സകല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കും വരെ ഇൻഫ്ലുവൻസ് ചെയ്യാം അല്ലേ? അതുകൊണ്ടാ തൊപ്പിയുടെ ആൾക്കാരുണ്ടായത്. നിങ്ങൾ ആലോചിച്ച് നോക്കാണ്. ഒരു 10 നിങ്ങളെ കുടുംബക്കാരെ പേര് പറയാൻ കുട്ടിയോട് പറഞ്ഞു നോക്കാണ്. വാപ്പ, വല്ലിപ്പ, അമ്മായി, ഇങ്ങനെ തുടങ്ങി നിങ്ങളെ കുടുംബത്തിലുള്ള ഒരു 10 ആളുടെ പേര് പറയാൻ പറഞ്ഞ കുട്ടികൾക്ക് അറിയില്ല. ഒരു 10 യൂട്യൂബർമാരെ പേര് പറയാൻ പറഞ്ഞു നോക്കാണ്. ഒരു 10 അല്ല 15 പറയും. അപ്പൊ സുഹൃത്തുക്കൾ എന്താ അറിയോ? നമ്മൾ മാതാപിതാക്കൾ എന്നുള്ള നിലക്ക് ദീനീബോധം അതിശക്തമായ നിലക്ക് മക്കൾക്ക് നൽകിയാലല്ലാതെ ഇനിയുള്ളൊരു ഇന്നിപ്പോ നമ്മൾ 5 വയസ്സായോന് ഈ സമൂഹത്തിൽ എഴുന്നേറ്റ് നിൽക്കുക 15 വയസ്സൊക്കെ 10 കൊല്ലത്തിന്റെ അപ്പുറമാണ്. 10 കൊല്ലത്തിന്റെ അപ്പുറം. ഇന്നിപ്പോ ലഹരി എവിടെയാണ്? നമ്മളെ 10 കൊല്ലം മുമ്പേ ലഹരി എവിടെയായിരുന്നു അല്ലേ? 10 കൊല്ലം മുമ്പ് MDMA നമ്മൾ കേട്ടിട്ടില്ല, സ്റ്റാമ്പ് നമ്മൾ കേട്ടിട്ടില്ല. ഇന്ന് കേൾക്കുന്ന രാസലഹരികളൊന്നും കേട്ടിട്ടില്ല. കഞ്ചാവ് പോലും അന്ന് വേണ്ടത്ര എവിടെയും നമ്മൾ ഈ കേരളത്തിലും അങ്ങനെ കേട്ടിട്ടില്ല. അന്നൊക്കെ നമ്മൾ കണ്ടിരുന്ന എന്താ? ആകെ ഒരുത്തൻ മദ്യപിച്ചിക്കണോന്ന് അറിയാം, അവനോട് സംസാരിക്കുമ്പോ തന്നെ ആ ശ്വാസോച്ഛ്വാസത്തിൽ നമുക്കറിയാം. ഇന്നൊന്നല്ല, നമ്മളെ മകനും മകളും, അന്നൊന്നും പെണ്ണുങ്ങളൊന്നും ലഹരി ഉപയോഗിച്ചു, ഇന്ന് പെണ്ണുങ്ങളും ഉണ്ട്. മകനും മകളും ലഹരി ഉപയോഗിച്ചിക്കണോന്ന് നമുക്ക് പോലും അറിയാൻ പറ്റൂല. നമ്മളെ മൂത്തോക്കി ഇങ്ങനെ ചിരിക്കുണ്ടാവും. നമ്മൾ വിചാരിക്കും ഭയങ്കര സന്തോഷമാണ്, ഈ സാധനം അടിച്ചിട്ട് വകതിരിവില്ല, അങ്ങനെ ചിരിക്കാണ്. അതാണ് സംഭവം. ഹൈസ്കൂളിലൊക്കെയാണ് ബാക്ക് ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ വിചാരിക്കുമ്പോ ഭയങ്കര ശ്രദ്ധയാണ്. ഒരു മാഷ് നമ്മളോട് പറഞ്ഞതാണ്, ഇപ്പം ഭയങ്കര ശ്രദ്ധയെന്നാണ് വിചാരിക്കുക. സംഭവം പിടിച്ചു നോക്കുമ്പോ അവന്റെ കയ്യിൽ ചെറിയ ചെറിയ പാക്കറ്റിൽ അയച്ച് സാധനങ്ങൾ. എത്ര? ഹൈസ്കൂളിൽ 9ാം ക്ലാസ്സിലും 10ലൊക്കെ. എന്റെ സുഹൃത്ത് അധ്യാപകൻ പറയാണ്, മുണ്ടാൻ പറ്റൂല. പറഞ്ഞ പോലീസ് സ്റ്റേഷൻ വിളിച്ചു പറഞ്ഞപ്പോ എന്താ പറഞ്ഞറിയോ? 18 വയസ്സാകാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല ഭാഷയിൽ. നിങ്ങൾ ആലോചിച്ചു മനസ്സിലായിണ്ടോ? നിങ്ങൾ തന്നെയാണ് കൈകാര്യം ചെയ്തോളിന്നായിരുന്നു അധ്യാപകരോട്. അപ്പൊ സുഹൃത്തുക്കൾ എന്താ അറിയോ? ഇന്ന് നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ഇരുട്ടുള്ള കടവരാന്തകളിലാണ് ഇതൊക്കെ ലഭ്യമാകുന്നതെങ്കിൽ നാളെ നമ്മുടെ വീടിന്റെ റൂമുകളിൽ ഇത് സപ്ലൈ ഉണ്ടാവും. എന്ന് വെച്ചാ 10 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ ഇന്നത്തെ 5 വയസ്സായ കുട്ടി ഒരു പക്ഷേ റൂമിലേക്ക് ഇതിന്റെ സപ്ലൈ ഉണ്ടാവും. ഇല്ലാതിരിക്കണമെങ്കിൽ, നമ്മുടെ കുട്ടി വഴിതെറ്റിപ്പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഈ 5 വരെ മദ്രസക്ക് വിട്ടിട്ട് മാത്രം കാര്യമല്ല, മദ്രസയിലേക്ക് കൃത്യമായി വിടണം. ഇതിപ്പോ ഈ മദ്രസൊക്കെ എന്താ അറിയോ? ഒരു മാമൂലായിട്ട് നടത്തപ്പെടുകയാണ്. എന്ന് വെച്ചാൽ മുസ്ലിം അല്ലേ, അപ്പൊ 5 വയസ്സായ 4 വയസ്സായ മദ്രസക്ക് വിടണ്ടേ? അപ്പൊ ഒരു മദ്രസ കടന്നോട്ടെ. നമ്മളെ കല്യാണം കളിയാട്ടം ഒന്നും ഉണ്ടെങ്കിൽ മദ്രസക്ക് വരും? ഇല്ല. സ്കൂൾ മുടങ്ങൂല. ഞാൻ പറഞ്ഞു 2ഉം മുടങ്ങാൻ പറ്റൂല എന്ന്. സ്കൂൾ മുടങ്ങൂല. സ്കൂൾ ഇല്ലാത്ത ദിവസമാണ് നമ്മളെ വീട്ടിലെ പാർട്ടിയും കല്യാണം തൊട്ടിലെട്ടലും. ഇവിടെ ഉണ്ടോ തൊട്ടിലെട്ടല്? ഉണ്ടല്ലേ? കാസർഗോഡ് ജില്ലയിൽ തൊട്ടിലെട്ടലിന്റെ 5 കളിയാണ്. അപ്പോ എല്ലാ പാർട്ടി ഉണ്ടാകുക എപ്പോഴാ? ഇവിടെ ശനി ഞായറല്ലേ മദ്രസ്? കണ്ണൂർ ജില്ലയിൽ ഏകദേശം ശനി ഞായറുമാണ്. ശനി ഞായറും ഏകദേശം കല്യാണം ഉണ്ടാവും. നമ്മളെ കുട്ടികൾക്ക്
അത് നമ്മൾ ട്രൗസറും കുപ്പായൊക്കെ മാറ്റി രാവിലെ തന്നെ നമുക്ക് ആകെ അവിടെ നിക്കാഹിന്റെ സമയത്ത് ചെന്ന് ഒന്ന് പ്രാർത്ഥിച്ച് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക പോരാ. ഇത്രേ നമ്മൾ ഉത്തരവാദിത്തമുള്ളൂ. രാവിലെ തന്നെ കെട്ടിമറിഞ്ഞു ഒരു ക്ലാസ്സിന് വിളിച്ചാലോ, ഒരു ക്ലാസ്സിന് നമ്മൾ വിളിച്ചാല് ആ വിളിച്ച ഉത്തരവാദിത്തപ്പെട്ട സാധു ഇങ്ങനെ ഒരു വിളി വിളിക്കണം, ഒരാഴ്ച മുമ്പേ, 2 ദിവസം മുമ്പ് വേറൊരു വിളി വിളിക്കണം, പിന്നെ ആ പരിപാടി നടന്ന് കാണാത്തപ്പോ ഒരു വിളി വിളിക്കണം. കാരണം ആശങ്കയാണ്, ഇതിപ്പോ ഒരു ആളെ പ്രസംഗിക്കാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി വിളിച്ചിട്ട് ഇവിടെ ആകെ 2-3 ആളുള്ളത്. ആ സാധു അപ്പോഴൊക്കെ നമുക്കിത് അല്ലേ ഒരു ഓർമ്മയൊന്നും ഉണ്ടാവില്ല. ഒരു കല്യാണം 1 മാസം മുമ്പേ നമ്മൾ ഓർമ്മിച്ചിട്ടുണ്ടാവും. ഇത് നമ്മൾ ഭാര്യയും കുട്ടികളും മക്കളും എല്ലാവരും കൂടി വണ്ടിക്ക് ഏൽപ്പിച്ച് അതിനുള്ള ഡ്രസ്സൊക്കെ അറേഞ്ച് ചെയ്ത് ഒരു പ്രശ്നമില്ല. എന്ന് വെച്ചാൽ ദീന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ദീന് പറഞ്ഞാൽ അതിങ്ങനെ ഒരു പേരിന് ഇങ്ങനെ നടക്കുക, കുട്ടികള് അതിങ്ങനെ ഒരു പേരിൽ ഇങ്ങനെ ദീന്. സുഹൃത്തുക്കളെ, അതല്ല. നമ്മുടെ മദ്രസകളിൽ നിന്നൊക്കെ പഠിച്ചുകൊണ്ട കുട്ടികൾ ഇവിടെ നമ്മുടെ ഈ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട ഇമാമുക്കാനും ഇവിടെ നാട്ടിലെ ദീനി പ്രവർത്തനം നമുക്ക് കിട്ടണം. അല്ലെങ്കിൽ ആ മദ്രസ പൂട്ടുക നല്ലത്. അത് പഠിപ്പിക്കണം എന്തിനാ? ദീനി ബോധം ഉണ്ടാക്കാനാ, അല്ല പരീക്ഷയ്ക്ക് പാസ്സാകാനൊന്നല്ല. പരീക്ഷയ്ക്ക് 3-ാമത്തെ 4-ാമത്തെ ലക്ഷ്യമാണ്. 1-ാമത്തെ ലക്ഷ്യം എന്താ? ദീനി ബോധമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കലാണ്. ഒരു 6 വരെ 7 വരെ 8 വരെയൊക്കെ മദ്രസ കഴിഞ്ഞവൻ നിസ്കരിക്കാറില്ലെങ്കിൽ, മയ്യത്ത് നിസ്കരിക്കാറില്ലെങ്കിൽ ആ മദ്രസ വേഗം അടച്ചു വിട്ടണം. വെറുതെ അതിന് സമയം കളയരുത്. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കേണ്ടതരും നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തിയെടുത്ത് ദീനീപരമായി കൊണ്ട് നമ്മൾ ശ്രദ്ധ ചെലുത്തിയേ പറ്റിയൊരു സംശയവുമില്ല. അതിന് നോക്കാൻ വേറെ ആൾക്കാരൊന്നും വരില്ല. അതിന് ഏറ്റവും പ്രധാനമുള്ള വീട്ടിൽ നിങ്ങൾ നന്നാകുക എന്നുള്ളത് തന്നെയാണ്. ആകെ നമ്മൾ സുബഹി ബാങ്ക് കേൾക്ക് ആകെ റമദാനിലാണ് അല്ലേ? സുബഹിക്ക് എണീക്കുന്ന എത്ര വീടുകളുള്ളത്? എത്ര വീടുകളുള്ളത്? ഏകദേശം എനിക്ക് തോന്നുന്നു ഈ സമീപപ്രദേശമൊക്കെ മുസ്ലിം വീടുകൾ തന്നെയാവും അല്ലേ? എത്ര വീട്ടിൽ നമ്മൾ ലേറ്റ് കാണും? എന്താണ് ഈ റമദാനില് സുബഹിക്ക് ഇത്ര ആള് പള്ളിയില്? എന്ത് ഈ റമദാനില് അല്ലേ? ഓല് അന്ന് ഈ റമദാനിൽ ഒരു മാസം പടക്കം എല്ലാവരും കൂടി ഒരു പള്ളിയുടെ അടുത്തേക്ക് താമസം മാറിയതാ? അല്ല. റമദാനിൽ മാത്രം നിർബന്ധമായതാ ഈ സുബഹിസ്കാരം? അല്ല. ഇശാ ജമാഅത്തിന് എത്തിയില്ലെങ്കിലും പായ തലക്കിനൊക്കെ ആയിട്ട് മറ്റേ ഇതിന് വരും. ഏത്? തറാവീഹിന് വരും. ആകെ ജമാഅത്തിന്റെ ഫർളസ്കാരത്തിലാണ്. അതുപോലെ ഈ സാധുക്കൾക്ക് അറിയില്ല. കിട്ടേണ്ടത് ഫർളസ്കാര ജമാഅത്താണ്, അതിനെത്തൂല. തറാവീഹിന് എന്ത് ചെയ്യും? എല്ലാവരും പാടെ വന്ന് വലിയൊരു ജഗും കുറ്റിയിൽ ഒരു ചായയൊക്കെ കൊടുത്തിട്ട് ആകെ 1 മണിക്കൂർ നിസ്കരിക്കുക കൂടിയ. അതിനെന്നെ അങ്ങനെ വലിയ ത്യാഗം സഹിക്കണ പോലെയാണ് നമ്മളെ നിസ്കാരമൊക്കെ ഉണ്ടായത്. ഞാൻ പറഞ്ഞെന്താ വെച്ചാല് ആകെ ഉള്ളൊരു ദീനി നിഷ്ഠുള്ള 1 മാസമാണ് നടത്തുക. അതിന്റെ അപ്പുറമല്ല. നമ്മളെ വീട്ടിൽ തന്നെയല്ല. ഇപ്പൊ നമ്മൾ റമദാനിലാണ് ഖുർആൻ എടുത്ത എത്ര മനുഷ്യന്മാരുണ്ട്? ഇനി അടുത്ത റമദാനും കാത്തിരിക്കണ എത്ര ആൾക്കാരുണ്ട് അല്ലേ? നമ്മളെ വീട്ടിൽ നമ്മളെ ഭാര്യ ഓതലുണ്ട്, നമ്മൾ ഓതലുണ്ട. ഇത് കാണണ്ടേ നമ്മളെ മക്കള് ഖുർആൻ ഓതണം, മക്കള് ഇതാക്കണം. നമ്മൾ ആദ്യം ചെയ്യണ്ടേ പ്രിയമുള്ളവരെ? ഇങ്ങനെ തുടങ്ങി എല്ലാ രംഗത്തും നമ്മളെ മക്കളെ വഴിപ്പെടുത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന 1-ാമത്തെ ഘടകാരറിയും നമ്മൾ വാപ്പിയും തന്നെയാണ്. നമ്മൾ ശരിക്കും ഒരു രക്ഷിതാവാകാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ വീട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഇസ്ലാമികവൽക്കരിക്കാൻ നമ്മൾ തയ്യാറാകണം. അല്ല മദ്രസിന്റെ കുഴപ്പം, സ്കൂളിന്റെ കുഴപ്പം, കൂട്ടുകാരെ കുഴപ്പം, നാട്ടുകാരൊക്കെ പാടെ കുറ്റപ്പെടുത്തിയിട്ട് നമ്മൾ ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതൊക്കെ അതിന്റെ 2-ാം 3-ഉം 4-ഉം ഘട്ടങ്ങളാണ്. 1-ാമത്തെ ഘട്ടങ്ങളെ വീട് തന്നെയാണ്. ഇപ്പൊ നിങ്ങൾക്കറിയോ, പുതിയ തലമുറയുള്ള ഒരു പരിധി വരെയുള്ള പെൺകുട്ടികളെ കല്യാണം വേണ്ടെന്ന് അറിയുന്നത്. അപ്പൊ നമ്മൾ ലിബറലിസാണ് അല്ലേ? ലിബറലിസം അതിശക്തമായി കുടുംബങ്ങളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കയറുന്ന മുസ്ലിം കുടുംബത്തിക്കാണ്. ആദ്യമായിട്ട് ആ പെണ്ണും കല്യാണം കഴിച്ച അവിടെ മുസ്ലിം നാമധാരികളായ 2 പെൺകുട്ടികളാണ്. പെൺകുട്ടികളെ പെണ്ണും കല്യാണം കഴിച്ചത്. ഇതിന് ലിബറലിസം മാത്രമല്ല കാരണം. ലിബറലിസം കാരണമാണ്. 1-ാമത്തെ കാരണം എന്താ പറയുക? നമുക്ക് നമ്മളെ വീട്ടിലുള്ള നമ്മളും നമ്മളെ ഭാര്യയും തമ്മിലുള്ള വിവാഹ ജീവിതം നമ്മുടെ കുട്ടികൾ കണ്ടിട്ടാണ്. വാപ്പാടെ പെരുമാറ്റം, ഉമ്മാനോടുള്ള പെരുമാറ്റം കാണുമ്പോൾ കുട്ടി തീരുമാനിക്കാണ് ഇങ്ങനെയാണെങ്കിൽ കല്യാണം വേണ്ട.
മനസ്സിലായോ? നമ്മൾ എല്ലാ മനുഷ്യന്മാരോടും നല്ല സ്വഭാവമായിരിക്കും. നമ്മളെ കുടുംബത്തിലുള്ള എല്ലാവരോടും എല്ലാ പെണ്ണുങ്ങളോടും ചിരിച്ചിട്ടല്ലാതെ വർത്താനം പറയില്ല. അവനെ കെട്ടികളോട് ഇതുവരെ ചിരിച്ചിട്ടുണ്ടാക്കി കല്യാണം കഴിഞ്ഞ ദിവസം ഉണ്ടാവുള്ളൂ. പിന്നെയൊക്കെ നമ്മൾ മോന്ത കറുപ്പിച്ചിട്ടക്കാരാണ് അല്ലെ? എന്ത് കണ്ടാലും നമ്മളെ പെരയിലുള്ള നമുക്കൊരു പണിക്കാരത്തിനാണ് കൊടുക്കുന്ന മാതിരിയ ചില ആൾക്കാരുടെ സമീപനം കണ്ടാൽ. സുഹൃത്തുക്കളെ, നമ്മളെ കെട്ടിയോള് പെണ്ണുങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്തോളി. ഒരു 4 ദിവസം പനിച്ചാണ് കടന്നാണ്ടല്ലോ, നമ്മൾ ഡ്രസ്സ് ഇരുമ്പാൻ വരെ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. ഒരാൾ ഒരു ദിവസം പണിക്ക് വിളിച്ചാൽ മിനിമം ഒരു 100-800 റുപ്യ ഒക്കെ കൊടുക്കണം. അത് നമ്മുടെ ഡ്രസ്സ് ഇരുമ്പാനൊന്നും കിട്ടൂല. ഓല് എന്ന് അടിച്ചോരി തുടച്ച് പാത്രം കഴുകി പോകും. ഓൽക്ക് കൊടുക്കണം 100-800 റുപ്യ. നിങ്ങൾ ഭാര്യക്കൊന്ന് ശമ്പളം കൊടുത്തു നോക്കി, മനുഷ്യൻ മുടിഞ്ഞു പോകുന്നു. അത് മാത്രല്ല, നമ്മളെ കുട്ടികളെ നോക്കണ്ടോലേ. നമ്മുടെ ഡ്രസ്സ് അലക്ക് മാത്രല്ല, നമുക്ക് ഒരു രോഗം വരുമ്പോ ഒരു നേഴ്സായിട്ട് അവര് നിൽക്കുന്നത്. നമുക്ക് കുട്ടികൾക്ക് വയ്യാതാകുമ്പോ നമ്മളെ കുട്ടികളെ നോക്കണവരാണ്. നമ്മളെ വസ്ത്രങ്ങൾ തിരുമ്പിട അലക്കണവരാണ്, തേച്ചെറിഞ്ഞവരാണ് അല്ലേ? നമ്മുടെ വീട് വെക്കണവരാണ്. ഇതിനൊക്കെ നിങ്ങളൊന്ന് വിലട്ടിട്ട് ഓലിക്കൊന്ന് സാലറി കൊടുത്തു നോക്കി. നമ്മളെയൊക്കെ ആകെ പ്രിയമുള്ളവരെ, നമ്മളിൽ നിന്ന് നമ്മുടെ ഭാര്യമാർ ആഗ്രഹിക്കുന്ന ഒരു പരിഗണനയും ഒരു സ്നേഹവും മാത്രമാണ്. നമ്മളല്ലാതെ ഞാൻ ആരെ സ്നേഹിക്കാറ്? ഇപ്പൊ എന്താ അറിയോ, പല പെണ്ണുങ്ങൾക്കും മറ്റു പല ബന്ധങ്ങളും ഉണ്ടാകാൻ കാരണം എന്താ അറിയോ? കെട്ടിയോൻ തന്നെയാണ്. സ്നേഹത്തിലൊരു വാക്ക് അവനാന്റെ കെട്ടിയോട് പറയില്ല. എന്നോ ബാക്കിയുള്ളവരോടൊക്കെ ഭയങ്കര സ്നേഹത്തിലും അവന്റെ വർത്താനം. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലിഹി, നിങ്ങൾ ഏറ്റവും ഉത്തമനായ മനുഷ്യനാരാണ്? അവനാന്റെ കെട്ടിയോളോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. കണ്ടോ, കെട്ടിയോനോട് ഏറ്റവും നന്നായി പെരുമാറുന്നവൻ. നമ്മുടെ ഭാര്യ നമ്മൾ ചേർത്ത് പിടിച്ചിട്ടുണ്ടോ? ഉണ്ടോ പ്രിയമുള്ളവരെ? അവരോട് സ്നേഹത്തിലൊന്നും നമ്മൾ സംസാരിക്കാറുണ്ടോ? എപ്പോഴെങ്കിലും നമ്മുടെ ആവശ്യത്തിനല്ല, എപ്പോഴും നമ്മുടെ ഭാര്യമാരോട്. നിങ്ങൾക്കറിയോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എത്ര ഭാര്യമാരാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ട് അല്ലേ? അവരൊക്കെ സ്നേഹിച്ച് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുപോയി. നമുക്ക് ഒന്നിനെ കൊണ്ടുപോകാൻ വയ്ക്കണില്ല. ചില ആൾക്കാർ സുന്നത്തിന്റെ ഒരു 5 കളിയാ. സുന്നത്ത് എടുക്കൽ തന്നെ ഏതൊരു കെട്ടലില് മാത്രമേ സുന്നത്താണ്, വേറെ ഒന്നിലും സുന്നത്ത് ഉണ്ടാവൂല. ആകെ അത് പഠിച്ചു വെച്ചേക്കണു. എന്ത് 4 കെട്ടാണ്? 4 കെട്ടാ അല്ലേ? പക്ഷെ അത് പറഞ്ഞ ആയത്തിന്റെ തന്നെ അവസാനം ഉണ്ടേ, നിങ്ങൾക്ക് അതിന് കഴിയില്ലെങ്കിൽ ഫവാഹിദത്ത്, 1 മദീന്. ഓരോട് നീതി പൂർവ്വം വർത്തിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് 1 മദീന്നും അതിൽ തന്നെ പറയുന്നുണ്ട്. ഇത് ഒന്നിനോടന്നെ നീതി പുലർത്താൻ കഴിയണില്ല. പിന്നെ എങ്ങനെ സുഹൃത്തുക്കളെ? എന്നിട്ട് നമ്മളൊരു ഭീഷണി, ചില ആൾക്കാരൊരു ഭീഷണിയാണ്. പിന്നെ എങ്ങനെയാണെങ്കിലേ ഞാനൊന്നുകൂടി ആലോചിക്കേണ്ടി വരുന്നതാണ് അല്ലേ? ഇത് കേൾക്കുന്ന സഹോദരിമാർക്ക് പറയാനുള്ളത്, നിങ്ങളൊരു പണിയാ, നിങ്ങളെന്താ വെച്ചാൽ കണ്ടെന്ന് നോയിക്കോളിന്നൊന്ന് പറഞ്ഞു നോക്കി. ആ സാധുക്കൾ എന്താ വെച്ചാൽ ഇനി പെരേ പോയി അവിടെ വാപ്പ വരച്ചിട്ടുണ്ടാവും, ഉമ്മ ഉണ്ടാവൂല, അല്ലെങ്കിൽ വയസ്സായിട്ടുണ്ടാവും. ഇവിടെ അതിനിങ്ങനെയല്ല, ഇവിടെ ഇല്ലല്ലേ? ഇവിടെ ഭാര്യ വീട്ടിൽ അങ്ങനെ അല്ലേ? അതെ. അല്ല, നിങ്ങൾ പ്രശ്നമാക്കണ്ട. എന്താ അറിയോ ഞാൻ പറയണത്? എന്താ വെച്ചാലേ, ദീൻ എന്താ വെച്ചാൽ ദീൻ എല്ലായിടത്തും ഉണ്ട്. അങ്ങനെയുണ്ട് ചില ആൾക്കാരെന്താ വെച്ചാൽ ദീൻ പറഞ്ഞ വിശ്വാസത്തിലോ ആചാരത്തിലുള്ളൂ അല്ല. അവനാന്റെ പെരയില് ഭാര്യയോടുള്ള പെരുമാറ്റത്തിലുണ്ട്, അവനാന്റെ വീട്ടിലെ കുട്ടികളുടെ പെരുമാറ്റത്തിലുണ്ട്, കുട്ടികളെ വളർത്തുന്നതിലുണ്ട്. എല്ലായിടത്തും ദീനുണ്ട്. ദീനില്ലാത്ത ഏത് മേഖലയുള്ളത്? നമ്മളൊരു താടി വെക്കും, ഒരു തലമാവ് വെക്കും, ഭയങ്കര ഉഷാറായിട്ട് രാവിലെ നമ്മൾ അങ്ങനെ ഉഷാറായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാര്യയുടെ കഴിവാണ്. നമ്മളെ തേച്ച് മിനിക്ക ഡ്രസ്സും അലക്കി തേച്ച ഡ്രസ്സും അല്ല വൃത്തിയിലൊക്കെ നല്ല 4 നേരം ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ ഇറങ്ങുന്നുണ്ടെങ്കിലേ അത് നമ്മുടെ ഭാര്യമാരുള്ളതുകൊണ്ടാണ്. ആ ഓർമ്മ നമുക്ക് ഉണ്ടാകണം. ഏറ്റവും നന്നായി ഭാര്യമാരോട് പെരുമാറാൻ നമുക്ക് സാധിക്കണം. സഹോദരിമാർക്കും ചില ബാധ്യതകളുണ്ട്. എന്താ അറിയോ? സഹോദരിമാർക്കും ബാധ്യതകളുണ്ട്. നമ്മളെപ്പോഴും ആണുങ്ങൾ ചിന്തിക്കുന്ന വെച്ചാൽ എന്റെ ഓള് അങ്ങനെയാകണം, എന്റെ ഓള് ഇങ്ങനെയാകണം, എന്റെ ഓള് മറ്റേ ഓള് ഞാൻ ചെല്ലുമ്പോ എനിക്ക് വെള്ളം തരണം, അങ്ങനെയൊക്കെ തരണമെങ്കിൽ അങ്ങോട്ടും നന്നായി പെരുമാറണം അല്ലേ? അതോടൊപ്പം തന്നെ അവർ നമ്മളോട് പെരുമാറും. ഓരോ സഹോദരിമാരും തന്റെ ഭർത്താവിനോട് ആത്മാർത്ഥമായി സ്നേഹം കാണിക്കുന്നവരാകും. അവരങ്ങനെ കാണിക്കും, നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. നമുക്ക് ഇങ്ങോട്ട് സ്നേഹം വേണം, നമുക്ക് അങ്ങോട്ട് കൊടുക്കാനും വിചാരണത് നടക്കൂല. അപ്പൊ സ്വാഭാവികമായിട്ടും വല്ല പഴയ ക്ലാസ് ഗ്രൂപ്പ് ഉണ്ടാവും, പഠിത്തണ്ടില്ലേ അല്ലേ?
10-40 വയസ്സായ പെണ്ണുങ്ങളാണ് പഴയ ക്ലാസ് ഗ്രൂപ്പ് രണ്ടാമത് ആക്ടിവേറ്റ് ചെയ്തിട്ട് അതിൽ പഴയ പ്രേമബന്ധം എടുത്തിട്ട് ഇവിടെ 3-4 കുട്ടികളെ വിട്ടിട്ട് ആണ് പോവുകയാണ്, മറ്റവന്റെ കൂടെ പോവുകയാണ്. അത് നല്ലത് എന്നല്ല അറിയണത്. എന്താ അറിയോ? അതിനൊക്കെ ഒരു കാരണമുണ്ട്. കാരണം തന്നെയാണ്, നമ്മളെ ഭാര്യനെ സ്നേഹിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഉണ്ടാവൂല. അത് നമ്മളേക്കൊന്ന് കിട്ടണില്ലെങ്കിൽ എന്താ അറിയോ? അതന്നെ മക്കളെ അവസ്ഥ. മക്കൾ ഈ പ്രേമബന്ധത്തേക്ക് പോണ എന്താണ് സുഹൃത്തുക്കളെ? അവനാന്റെ പെൺമക്കൾ ആൺമക്കളെ നമ്മളാണ് സ്നേഹിക്കണം. അവനാന്റെ മക്കളെ നമ്മളാകെ നമ്മളെ കുട്ടികളെ ചുംബിച്ചിട്ടുണ്ടാകുക 3 വയസ്സിലും 4 വയസ്സിലുമാണ്. പിന്നെ അങ്ങോട്ട് കുട്ടികളെ ഉമ്മ വെക്കൂല, കുട്ടികളെ എടുക്കൂല, കുട്ടികളൊപ്പം കളിക്കൂല. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൊക്കെ മാതൃക ഉണ്ട്. പേരക്കുട്ടികളൊപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കളിച്ചിട്ടുണ്ട്. പേരക്കുട്ടികൾ മാത്രല്ല, ആയിഷ റളിയല്ലാഹുവിന്റെ കൂടെ ഓട്ട മത്സരം നടത്തിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ ഭാര്യനേറ്റ് പോകുമ്പോൾ നമ്മൾ 1 മീറ്റർ അപ്പുറത്തും ഇവള് 1 മീറ്റർ ബാക്കിലോ നടക്കല്. അല്ലേ? നമ്മളൊരു കല്യാണത്തിന് പോയാല് പോകുമ്പോ തന്നെ നമ്മളെ മോന്ത വീർത്തിട്ടുണ്ടാവും. എന്താ വെച്ചാൽ ഇറങ്ങുമ്പോൾ കുറച്ച് 5 മിനിറ്റ് വൈകിട്ടുണ്ടാവും. കാരണം ഓർക്ക് വീട്ടിലെല്ലാം അവസാനം കൊടുന്ന ആ പാത്രമൊക്കെ പാടെ കഴുകിച്ചാലേ ഒരിക്കലും സമാധാനം ഉണ്ടാവുള്ളൂ. എന്നിട്ട് അവർ ഇറങ്ങുള്ളൂ. നമ്മൾ ആദ്യം ഇങ്ങനെ പുറപ്പെട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നിന്നുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ വിളിക്കണ്ട, ബാത്തു ഇങ്ങോട്ട് ഇറങ്ങി, അതീശോ ഇങ്ങോട്ട് ഇറങ്ങിച്ചേ, എത്ര നേരായിപ്പത് ഇങ്ങനെ വിളി തന്നെയാവും. കാരണം ഓർക്ക് ഇത് ഇറങ്ങണം. എന്താ? ഓർക്ക് എല്ലാവരും പെരയത്തെ എല്ലാ സാധനം നമുക്കതൊന്നും അറിയണ്ട. അപ്പൊ നമ്മൾ മോന്ത വീർപ്പിച്ചിട്ടുണ്ടാവും. 10:30 ഇറങ്ങാൻ പറഞ്ഞു, അത് 11 മണിയായി. എന്താണ് ഇങ്ങനെ നമ്മള് എന്നിട്ട് ആ കല്യാണം വീട്ടെത്തുന്നവരെ നമ്മളെ മുഖം എന്താണ്? ആ ഒരു ഹാങ്ങിലായിരിക്കും. എന്നിട്ട് ഇറങ്ങിയാൽ നമ്മൾ എന്തായി? മറ്റവരെ കണ്ടോ ചിരിച്ച് നല്ല ഉഷാറായി, ആ ഇതൊക്കെ അസ്സലാമു അലൈക്കും നല്ല കാര്യങ്ങളുടെ കുടുംബക്കാരെ ചെറിയ തിരിച്ചു വരുമ്പോൾ തന്നെക്കാരവസ്ഥ. ഓള് ചിലപ്പം ഉള്ള കുടുംബക്കാരൊക്കെ എപ്പോഴും കല്യാണത്തിനൊക്കെ കാണുക. ഒന്ന് വർത്താനം പറഞ്ഞ 5 മിനിറ്റ് വൈകിയാൽ ആപ്പ കയറി വീട്ടിലെത്തുന്നവരെയും ഓന്ത വീർപ്പിച്ചിട്ട്. പിന്നെ ഇപ്പൊ എന്താ കൂട്ടരതിലൊരു സമാധാനമുള്ളത്? കുടുംബ ജീവിതത്തിന്റെ സമാധാനവും സ്നേഹവും സുഹൃത്തുക്കൾ എന്താണ്? നമ്മളെ ഭാര്യമാരുമായിട്ടുള്ള ഏറ്റവും നല്ല സംസാരവും പെരുമാറ്റവും സ്നേഹം പങ്കിടലും ഒക്കെ തന്നെയല്ലേ? അതിലെ നമ്മൾ ചെയ്യേണ്ടത്. എത്ര പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകോപിതനാകേണ്ട സമയത്ത് പോലും ആ നേതാവ് പ്രകോപിതനായിട്ടില്ല. മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ഭക്ഷണം കൊണ്ടുവന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക്. ഒരു സ്നേഹത്തിൽ നിങ്ങൾ ആലോചിക്കണം, ഈ ഭക്ഷണം കൊണ്ടുവരാ പറയുമ്പോൾ നമുക്കിന്നതൊരു പ്രശ്നമൊന്നല്ല. കാരണം എന്താ? നമ്മളിന്ന് 4 വരെ 5 വരെ തിന്നണത് അല്ലേ? അന്ന് അങ്ങനെയല്ല, എപ്പോഴെങ്കിലേ ഭക്ഷണമുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ എണീറ്റ് ചോദിക്കാൻ, ആയിഷ അന്ന് എന്താ കഴിക്കാനുള്ളത്? നബി ഒന്നുമില്ല, എന്നൊക്കെ സുന്നത്ത് നോമ്പാണ്. ഇതാണ് ആ കാലഘട്ടം. നിങ്ങൾ ആ കാലഘട്ടം മനസ്സിലാക്കണം. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കൊടുന്നപ്പോ മറ്റൊരു ഭാര്യമാരുടെ വീട്ടിൽ നിന്ന് കൊടുന്ന അല്ലെങ്കിൽ ഒരു കുശുമ്പ് സ്വാഭാവികമായിട്ട് ഒരു പെണ്ണിനുണ്ടാകും. അത് തട്ടി, അത് നിലത്ത് വീണ് പൊട്ടി നിലത്ത് വീണു. ഇനി ഒന്നും വേണ്ട, നമ്മൾ മറ്റ് ഭാര്യമാരത്തൊന്നല്ല, നമ്മളൊരു ചുരിദാർ കൊടുന്നെടുത്ത് വിചാരിച്ചു. ഓളിത് ഇങ്ങോട്ട് നോക്കിയിട്ട് ഇതാണ് ഇപ്പൊ നിങ്ങൾ കൊടുന്നതിന്റെ കളർ പറഞ്ഞോണ്ട് ഇട്ടോക്കാണ് നമ്മുടെ കയ്യുള്ള മോന്തൊക്കെ ഉണ്ടാവും അല്ലേ? ഇത് മറ്റു ഭാര്യമാരെ വീട്ടിൽ നിന്ന് കൊണ്ടണ്ട, നമ്മൾ കടയിൽ നിന്ന് പിടിച്ചു കൊടുന്നാട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയോ? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മുണ്ടാതിരിക്കുകയാണ് റൂമിന്റെ ഒരു സൈഡിൽ. ഈ നിലത്ത് പോയ ഭക്ഷണമൊക്കെ പെറുക്കിയെടുത്ത് ഏറ്റവും വലിയ പാത്രത്തിന്റെ പൊട്ടിൽ ഇതിങ്ങനെ വെച്ചു. ഇത് മുണ്ടാതിരുന്നു. ഇത് ആയിഷ റളിയല്ലാഹു അൻഹ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് അണ്ട് കരയാണ്. എന്നിട്ട് പറയാം, നബി എനിക്ക് തെറ്റുപറ്റി, അങ്ങ് ക്ഷമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? ആയിഷ, നിനക്ക് ഞാനല്ലാതെ ആരാ ക്ഷമിച്ചു തരാനുള്ളത്? ആരാണ്? ഞാനല്ല, ആരാ എനിക്ക് ക്ഷമിച്ചു? അതന്നെ സുഹൃത്തുക്കൾ, നമ്മുടെ ഭാര്യക്ക് സ്നേഹം കൊടുക്കാനും വിട്ടുവീഴ്ച ചെയ്യാൻ അപാകതകളൊക്കെ ഉണ്ടാവും. അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതാണ് നിങ്ങൾ അവരിൽ കുറേ ദോഷം ഉണ്ടായില്ലോ, ഹൈറുണ്ടായി അവരിൽ ചിലപ്പോൾ സംസാരത്തിൽ ഇതിലൊക്കെ ചില അപാകതകൾ ഉണ്ടാവും. അതൊക്കെ നമ്മളൊന്ന് ക്ഷമിക്കുക, പരസ്പരം സ്നേഹിക്കുക, ഉപദേശിക്കുക. എന്നാലൊരു കുടുംബജീവിതത്തിന്റെ ഒരു രസമുള്ളൂ എപ്പോഴുള്ളൂ. അല്ല എന്താ കുടുംബജീവിതത്തിന്റെ ഒരു സുഖം? വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു സമാധാനം ഉണ്ടാകുക എന്നുള്ള. നമ്മളെ ഭാര്യമാര് കുട്ടികളൊക്കെ മയക്കുമ്പോണ്ടാണ് ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് കിട്ടണമെങ്കിൽ അത് വേണം. അതുപോലെ തന്നെ സഹോദരിമാരെന്തറിയോ, നമ്മളെ കെട്ടിയവൻ ഒരിക്കലും 11 മണി കഴിഞ്ഞിട്ട് ടൗണിൽ നിന്ന് ഇങ്ങോട്ട് വരണം എന്നുള്ള ആ നിലക്കുള്ള ഒരവസ്ഥ വിശേഷം ഉണ്ടാക്കരുത്. ചില ആൾക്കാരുണ്ട് ഒരു 10-11 മണിക്കേ കയറിപ്പോവുള്ളൂ. അതുവരെ ഇങ്ങനെ തട്ടിത്തിരിഞ്ഞ് ഓൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ കയറാക്കിയിടും.
കാരണം എന്താ വെച്ചാല് കേറി ചെല്ലാനുള്ളത് ഇതിന്റെ അടുത്തേക്കാണ്. അമ്മാതിരി സ്വഭാവമായിരിക്കും. അതാണ് എങ്ങനെങ്കിലും ഓളെ ഉറങ്ങിയിട്ടാണ് എത്തിയാൽ മതി വെച്ചിട്ടാണ് എന്നിട്ട് ഉമ്മ വിളിച്ചിട്ട് മെല്ലെ പുറത്തെ വാതിൽ തുറന്ന് കയറാൻ പറ്റുമെന്നാ നോക്കുക അല്ലേ? അങ്ങനെ ഉണ്ടാകരുത് പ്രിയമുള്ളവർ. നമ്മുടെ ഭർത്താക്കന്മാരെ നന്നായി പരിഗണിക്കണം. എത്രത്തോളം വലിയ ഉത്തരവാദിത്തം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ പുരുഷന്മാരെ, കാരണം അവരാണ് അധ്വാനിക്കുന്നത്, അവര് സമൂഹത്തിൽ പലരുമായി ഇടപെടുന്നവരാണ്, പല നിലക്കുള്ള ഇടപാടുകളും നടത്തുന്നവരാണ്. അവർക്കൊരു സമാധാനം നൽകേണ്ടവരാണ് ഭാര്യമാർ. എല്ലാ നിലക്കും, വൈകാരികമായും ശാരീരികമായും എല്ലാ നിലക്കും അവർക്ക് സമാധാനം നൽകേണ്ടവരാണ് നമ്മൾ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആ നിലക്ക് ഓരോ ഭാര്യമാരും പെരുമാറിയാൽ മതി. ഇതൊരു പ്രശ്നമില്ല. എങ്കിൽ കുടുംബജീവിതം ഏറെ സുന്ദരമാണ്. അതുപോലെ മക്കളെ നമ്മൾ അതിരറ്റ് സ്നേഹിക്കണം. ഒരു സംശയവും വേണ്ട. അത് എത്ര വലുതായാലും, പ്രത്യേകിച്ച് കുട്ടികളിൽ ശാരീരികമായ മാറ്റമുണ്ടാകുന്ന ഒരു പ്രായമുണ്ട്. ഒരു 12 വയസ്സ് മുതലൊക്കെ പെൺകുട്ടികളിൽ ശാരീരികമായ മാറ്റം ഉണ്ടാകും. 12 വയസ്സ് മുതലൊക്കെ ചേർത്ത് പിടിക്കാൻ ഉമ്മമാര് തയ്യാറാകണം. അവരിൽ പല നിലക്കുള്ള മാനസികമായും ശാരീരികമായും മാറ്റം ഉണ്ടാകുന്ന പ്രായമാണ്. അവരെ ചേർത്ത് പിടിക്കണം, അവരെ സ്നേഹിക്കണം. അവരിപ്പോ വീട്ടില് ചില ഉമ്മമാരുണ്ട്, അവര് പറയും വീട്ടിലൊരു പണിയെടുക്കൂല. വീട്ടിലൊരു പണിയെടുക്കൂല. അതിനെന്താ കാരണം എന്നറിയോ? എപ്പോഴെങ്കിലും നമ്മളെ കുട്ടികളൊന്ന് വന്ന് ഒരു ക്ലാസ് കഴുകി വെച്ച് വിചാരിച്ചു, ആ ക്ലാസ്സിന് കഴുകി വെച്ചാല് അതിൻ്റെ എടുത്തിട്ടാണ് പിന്നെ ഉമ്മ പറയാ, ഇജാ കഴുകിയൊന്നും ശരിയായിട്ടില്ല, എന്നതാ അടക്കണം, നിങ്ങൾ തന്നെ കഴുകിക്കോളി എന്ന് പറയും. പിന്നെ അടുക്കളയ്ക്ക് വരില്ല. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു പാത്രം പൊട്ടിയിട്ടുണ്ടാവും കഴുകുമ്പോഴോ. ആകെ നമ്മൾ എത്ര പ്രായത്തിലുള്ള കുട്ടികൾ ചെയ്യണ്ട, ഒന്ന് അടിച്ചു വാരും, ഒന്ന് പാത്രം കഴുകും അല്ലേ? ഭക്ഷണം ഒന്നും ഉണ്ടാക്കാറില്ല. ഒരു 10, 9 പഠിക്കണ 10 പഠിക്കണ കുട്ടികളൊന്നും പറയും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കാരണം അവർ പഠിക്കണവരാണ്. അവർ എല്ലാ കിച്ചൺ കോഴ്സും കഴിഞ്ഞിട്ടല്ലല്ലോ നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ളത്. അവർ പഠിക്കുമല്ലോ. പാത്രം പൊട്ടിയിട്ടുണ്ടാവും, അത് പൊട്ടും, അത് സാരില്ല. ചിലപ്പോ തുടച്ചാല് നിലം തുടച്ചാൽ ശരിയാവൂല, അത് സാരില്ല. അവരതിനെ പഠിക്കട്ടെ. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയകളിൽ അവർ ആനന്ദം കണ്ടെത്തണം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പോഴും ഒരു സന്തോഷഭരിതമായ സാഹചര്യം ഉണ്ടാകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ യൂട്യൂബിലൂടെ കാണുമ്പോൾ വല്ലാതെ സ്വാധീനം ചെലുത്തുന്നത് അതാണ്. ഒരിങ്ങനെ യാത്ര പോകണം, അപ്പൊ ഇങ്ങനെ സ്വപ്നം കാണും, ഞാനും ഇങ്ങനെ യാത്ര പോകേണ്ട ആളാണ് അല്ലേ? പല നിലക്കുള്ള വീഡിയോകൾ ഇങ്ങനെ കുട്ടികൾ കാണാനാണ്. നമ്മളെ വീട്ടിലെന്താ അറിയോ, 4 ആളുണ്ടാവും. 4 ആൾക്ക് 8 ചാനലുണ്ടാവും. എല്ലാവർക്കും ചാനലാന്ന്. ഉമ്മാക്കുണ്ടാവും ഒരു കുക്കറി ചാനല്. ഉമ്മ കല്യാണത്തിന് പോയാലും ഉമ്മ അങ്ങോട്ട് പോയാലും ഉമ്മ ഇങ്ങോട്ട് പോയാലും അതിങ്ങനെ വീഡിയോ എടുത്ത് അവിടെ വിട്ട് ഇവിടെ വിട്ട് അല്ലേ? എല്ലായിടത്തും ഉമ്മ അതന്നെ. വാപ്പാക്ക് വേറെ ചാനല്, കുട്ടികൾക്ക് വേറെ ചാനല്. ഇപ്പൊ ഇതാ കാലഘട്ടം, എല്ലായിടത്തും ചാനലുണ്ട്. ഒരു വീട്ടിൽ പോയാൽ പണ്ടൊക്കെ കാലത്ത് നമ്മൾ രാത്രി ഭക്ഷണമെങ്കിലും ഒരുമിച്ച് കഴിച്ചിരുന്നു. ബാക്കിയുള്ള സമയത്തൊന്നും അങ്ങനെ അല്ലെങ്കിലും രാത്രി ഭക്ഷണം ഒരുമിച്ച് കഴിക്കും. ഇന്നിപ്പോ അതുമില്ല. ഇന്ന് മകനെ എവിടുന്നെങ്കിലും അറിയോ, ഒരു 8ാം ക്ലാസ് മുതലുള്ള ഒരു 10 വയസ്സിന് മീതുള്ള കുട്ടികളൊക്കെ ഏകദേശം നമ്മളൊരു 9-10 മണി വരെ ഒക്കെ നമ്മൾ ടൗണിൽ കൂടെ കാണാം ആൺകുട്ടികൾ. ചില സമയത്ത് നമ്മൾ പരിപാടിയൊക്കെ 2 മണിക്കൂർ തട്ടുകടയുടെ മുമ്പിൽ ഇങ്ങനെ ഈ ഹൈസ്കൂള് ഹയർ സെക്കൻഡറി പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ ഒരിങ്ങനെ അതിങ്ങനെ രാവിലെ വരെ ഫുഡാണ്. ഇത് എവിടുന്നായി പോണത്? നമ്മളെ വീട്ടിൽ നിന്നാണ്. അല്ലെങ്കിൽ ടർഫാണ്. വേണ്ടാന്നല്ല, എപ്പോഴെങ്കിലൊക്കെ ഒന്ന്. ഇത് ഈ ഫുൾ ടൈം ഈ ടർഫും സുഹൃത്തുക്കളെ ഇതിൽ കൂടെയൊക്കെയാണ് ഈ ലഹരി കയറുന്നത്. നമ്മളെ വീട്ടിൽ കുട്ടികൾക്ക് നിൽക്കാൻ ഒരു താല്പര്യമില്ല. കാരണം നിൽക്കുന്ന സമയം മുഴുവൻ വാപ്പാന്റെ ഉപദേശം ഉമ്മാന്റെ ഉപദേശം കെട്ടാണ്, ചാക്ക് കെട്ടിലെ ഉപദേശമാണ് നമ്മളെത്തുണ്ടാകുക. കുട്ടിയോട് ചോദിച്ചാൽ മതി, നിങ്ങൾ ഉപദേശിക്കണേക്കാൾ അല്ലെങ്കിൽ നന്നായി പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്താൽ മതി. എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഉപദേശം, പ്രത്യേകിച്ച് ഭക്ഷണത്തിന് വന്നിരിക്കുമ്പോൾ ഉപദേശിക്കുകയെ ചെയ്യരുത്. നിങ്ങൾ അവൻ പ്ലേറ്റ് ഒക്കെ പാടത്തിട്ട് അവിടെ വെച്ചിട്ട് പോകും, അല്ലെങ്കിൽ അവൻ പ്ലേറ്റ് എടുത്ത് അടുക്കളപ്പുറത്ത് അവിടെ പോയി തിന്നു. ഉപദേശിക്കണം. ഉപദേശിക്കേണ്ട ഓരോ സമയത്ത് ചെറുതായി ഉപദേശിക്കണം. അത് നമ്മൾ ഈ ചെറുപ്പത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നിടത്തുള്ള അപാകതകളാണ്. അവരെ വളർത്തിക്കൊണ്ടു വരുമ്പോൾ തന്നെ ആ കുട്ടികളെ നന്നായി പരിഗണിച്ചു കൊണ്ടുവരണം. പിന്നെന്താ പറയുക, ഒന്നാമത് ഈ കുട്ടികൾ അനുഭവിക്കുന്ന ഒരു പ്രയാസം ഈ മാർക്കിന്റെ പ്രശ്നം. ഈ വല്ലാത്തൊരു അപകടം പിടിച്ച പരിപാടിയപ്പത്. UP വരെ LP ഒരു LSS ഉണ്ട്, UP ഒരു USS ഉണ്ട്, പിന്നാണ് കഴിഞ്ഞാൽ ഒരു A+ ഉണ്ട്. അതിനാലെ കുട്ടികൾ പെട്ട് കിടക്കുകയാണ്.
നമ്മുടെ SLC ആകെ 210 മാർക്ക് വരെ കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മളെ കുട്ടിയാണ്, ഓ ഫുൾ A+ വാങ്ങണം അല്ലേ? നമ്മള് SLC 210 കിട്ടിയിട്ടില്ല. നമ്മളെ കെട്ടിയോളം ഓള് പഴയ 8ാം ക്ലാസ് വഴി. നമ്മളെ കുട്ടിയോ, നമ്മളിൽ ഉണ്ടായതാണല്ലോ ഈ കുട്ടിയോ ഓ 98% വാങ്ങണം. നിങ്ങൾ ആലോചിച്ച് നോക്കാൻ. ഞാൻ പറഞ്ഞ പഠിപ്പിക്കണ സംശയമല്ല, അതൊരു വല്ലാത്ത ഭാരം. ഇതിപ്പോ A+ വാങ്ങിയാൽ A+ ആണ് ജീവിതത്തിന്റെ വിജയം എന്നൊന്നും ആരും കാണണ്ട. അതിനു വേണ്ടി കുട്ടികളെ മാനസികമായി പീഡിപ്പിക്കരുത്. അവർ സ്വതന്ത്രമായി പഠിക്കട്ടെ, നമ്മൾ അതിന് വേണ്ട പ്രോത്സാഹനം കൊടുക്കും. ഇനി കിട്ടിയില്ല വിചാരിച്ചോ, കിട്ടിയില്ല എന്താ പ്രശ്നം? ഒന്നുമില്ല, സാറില്ല. എന്റെ കുട്ടി കഴിഞ്ഞല്ലോ, SLC കഴിഞ്ഞു, ഓൻ ഒരു A+ ഉള്ളു. നമ്മളെ പരിഗണിച്ചിട്ട് തന്നെയല്ല. എന്തപ്പോ ഇതിൽ പ്രശ്നം എന്താണ്? ഒരു പ്രശ്നവുമില്ല. ഇനി A+ കിട്ടിയില്ല, ഓന് സയൻസ് കിട്ടിയില്ല, ഓന്റെ ജീവിത വിജയം സയൻസും ആണോ? നമ്മളൊരു ലക്ഷ്യം കാണും, നമ്മുടെ കുട്ടിക്കൊരു ലക്ഷ്യം ഉണ്ടാവും. നമ്മുടെ ലക്ഷ്യം കാണുന്നത് ഓൻ എഞ്ചിനീയർ, ഡോക്ടർ, ഓലെ തട്ടിത്തറിഞ്ഞ് ഇവിടെ നടക്കാനും വയ്യ. നിങ്ങൾ ആലോചിച്ച് നോക്കാണ്. ദീനുള്ള അവനാരൊരു പള്ളിക്ക് ഒരു ഇമാമക്ക് ഒരു മനുഷ്യനെ കിട്ടാനില്ല, ഒരു കത്തി കുത്തുപാര ഒരു മനുഷ്യനെ കിട്ടാൻ, നാട്ടിലൊരു പ്രസംഗിക്ക് ഒരാളെ കിട്ടാനില്ല. അങ്ങനെ ഒന്നൊരു വാപ്പിമ്മി ചിന്തിക്കണില്ല. മദ്രസക്ക് ഒരാളെ കിട്ടാനില്ല അല്ലേ? ഇവിടെ തസ്തിക ഒഴിഞ്ഞടക്ക കണ്ടമാനം, അയിക്കൊരു മനുഷ്യല്ല. ഇവിടെ ഡോക്ടർമാര് തട്ടിത്തടഞ്ഞ് അടക്കാൻ വയ്യ, എഞ്ചിനീയർമാര് തട്ടിത്തടഞ്ഞ് അടക്കാൻ വയ്യ. അപ്പൊ നമ്മളെന്താ ആഗ്രഹിക്കണ അറിയോ? ഇതാണ്. അത് 2 ലക്ഷം 3 ലക്ഷം ഒക്കെ കിട്ടും. ഇപ്പൊ ഞാനൊരു 10 കോടി ചെലവാക്കി വിചാരിച്ചോ, ഓരൊരു 5 കൊല്ലം കൊണ്ട് ഓനത് മുറിച്ചെടുത്ത് തരും. ആരെയൊക്കെന്ന്? രോഗികളെയൊക്കെ മുറിച്ചെടുത്ത് തരും. എന്നിട്ടായി നമ്മൾ തിന്നണം. ഇവിടുന്നൊക്കെ നമ്മൾ മാറണം പ്രിയമുള്ള. ഒരു ദീനീ ബോധമുള്ള എഞ്ചിനീയർ വേണ്ട, ഡോക്ടർ വേണ്ട, അതൊക്കെ സമൂഹത്തിൽ മതി. ഇവിടെ നാട്ടിൽ 1-2 ഡോക്ടർമാർ പോരെ, നമുക്ക് എല്ലാവർക്കും പനിക്കവിടെ പോയി ചികിത്സിച്ചൂടെ? എന്നാ ദീനീ അങ്ങനെയാണോ? അല്ല, ദീനീബോധം ഉണ്ടാകണം, മതബോധം ഉണ്ടാകണം. ആ താല്പര്യമാണ് നമുക്ക് ഓരോ വാപ്പാക്കുമ്മ. നിങ്ങൾ ഈ ലാഭക്കച്ചവടം നിർത്തിയിട്ടില്ലെങ്കിൽ, ഈ കുട്ടികളെ വളർത്തിയിട്ട് ലാഭം ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ആ പണികൾ നിർത്തിയിട്ടില്ലെങ്കിൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഇപ്പോ ഉമ്മാന്റെ തലക്കടിച്ചു, 37 രക്ഷപ്പെട്ടു, ബാക്കി 3-4 ആള് കൊല്ലപ്പെട്ടു. കണ്ടില്ലേ? വായിച്ചില്ലേ അടുത്ത് അല്ലേ? തെക്കൻ ജില്ലയിലെ ഇവിടെ അറിഞ്ഞില്ല നിങ്ങളൊന്നും. ഉമ്മാന്റെ തലക്കടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് വല്യമ്മാനെ കൊന്നു അല്ലേ? ഇപ്പുറത്ത് വന്ന് വേറെ ഇങ്ങനെ 5-6 ആളെ കൊന്നു. ഇത് നിങ്ങൾ വിചാരിക്കണ്ട ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. ഒറ്റപ്പെട്ട സംഭവമാണ് നിങ്ങൾ വിചാരിക്കണ്ട. ഈ ഒറ്റപ്പെട്ടത് ഇങ്ങനെ എന്ത് ചെയ്യും? അത് ഇരട്ടയാകും, അത് മുരട്ടയും, ഇങ്ങനെ വരും. എന്നിട്ട് ആദ്യം തല്ല് വാപ്പാനി ഉമ്മാനെയാണ്. അത് വിടുന്നൊരു തല്ല് നിങ്ങൾ വിചാരിക്കണ്ട. ഈ തല്ല് മാത്രല്ല, ഇനി പരലോകത്തൊരു വരാണ്ട ഒരു തല്ല്. ഈ മക്കളെയും കൊണ്ടുവരും പരലോകത്ത്, നമ്മളെയും കൊണ്ടുവരും. അള്ളാന്റെ കോടതിയിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. അള്ളാന്റെ കോടതിയിൽ. അതുകൊണ്ടാണ് ഉമ്മമാരുടെ പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അൽ മർഅതു റഅയ്യത്തുൻ അലാ ബൈതി സൗജിഹാ വ വലദിഹി വ മസ്ഊലത്തുൻ അൻ റഅയ്യതിഹാ. ഒരു ഉമ്മയുടെ ഉത്തരവാദിത്വമാണ് ഭർത്താവിന്റെ വീട്, ഭാര്യയുടെ ഉത്തരവാദിത്വമാണ് ഭർത്താവിന്റെ വീട്. അത് ഇസ്ലാമികമായി പരിചരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഭർത്താവിന്റെ മക്കളെയും ഇസ്ലാമികമായ നിലക്ക് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ഭാര്യയുടെ ഉത്തരവാദിത്വമാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയില്ല, വമസ്ഊലത്തുൻ അൻ റഅയ്യതിഹാ. അള്ളാന്റെ കോടതിയിൽ അതിനെക്കുറിച്ച് അവൾ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് ഉമ്മമാര് ചിന്തിച്ചോളി, മക്കള് അവരെ വളർത്തുന്നിടത്ത് ഇസ്ലാമികമായ സംസ്കാരം വളർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ, അത് മുഖേന മക്കൾ നിങ്ങളെ വളർത്തലിന്റെ അപാകത നിമിത്തം അവർ വഴിപിഴച്ചു പോയെങ്കിൽ, നാളെ അവർ ലഹരിക്കടിമപ്പെട്ടു എങ്കിൽ, അവർ മറ്റെന്തെങ്കിലും തിന്മകളുടെ വാഹകരായി എങ്കിൽ, അള്ളാന്റെ കോടതിയിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഇത് പഠിപ്പിച്ചത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഓർമ്മ ഉണ്ടാകും, ഓർമ്മ ഉണ്ടാകും അല്ലേ? നിങ്ങൾ ഡാൻസ് കളിച്ചാലൊന്നും ലഹരി പോവില്ല. ആകെ ലഹരി വന്ന തന്നെ അതിന അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കാണ്, ഇത് ആകെ ഒരു തലതിരിഞ്ഞ ഏർപ്പാടുകളൊക്കെ നടക്കണത്. ലഹരി പോകാൻ വേണ്ടി ഡാൻസ് ആടുക. ഈ ഡാൻസ് രാത്രി നൈറ്റ് ക്ലബുകളിൽ, നിശാ ക്ലബുകളിൽ
പ്രഭാതം വരെ ഡാൻസ് ആടാൻ വേണ്ടിയിട്ടുള്ള എനർജി കിട്ടാനാണ് ഈ സ്റ്റാമ്പ് MDMA ഒക്കെ വന്നത്. അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഇപ്പൊ എത്ര നേരം ഡാൻസ് ചെയ്യാൻ പറ്റുക അല്ലെ? ഒരു 2 പാട്ടിന് ഡാൻസ് ചെയ്യുക, അത് കഴിഞ്ഞ പോലെ താഴ്ബാനായിട്ട് അവിടെ ഇരിക്കൂലേ? അപ്പൊ അത് കൂടുതൽ എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്തത്? ഈ രാസലഹരികൾ കൊണ്ടുവന്നത്. ഒരു 2 ദിവസമൊക്കെ ഭയങ്കര ആക്റ്റീവ് ആകും അത്രേ അതിന്, പിന്നാണ് കഴിഞ്ഞ ഓഫ് ആകുന്ന പറഞ്ഞത്. 2 ദിവസം ഉറക്കന്നെ അത്രേ. മാത്രല്ല പ്രിയമുള്ളവർ, ഇതൊരു ഒരു പ്രാവശ്യം അടിച്ചാൽ മതി. ഇപ്പൊ മദ്യം ഒന്നും ഇപ്പൊ ഒരു പ്രാവശ്യം കുടിച്ചാൽ പിന്നെ എല്ലാ പ്രാവശ്യം അഡിക്ഷൻ ആയിക്കോളണം എന്നില്ല. അപ്പൊ നമ്മളൊന്നും അടിക്കാത്തോണ്ട് അതിൻ്റെ അറിയില്ലോ, ഇല്ലാന്നാണ് നമുക്ക് മനസ്സിലാകണത്. പക്ഷെ ഇത് അങ്ങനെയല്ലാന്നാ. ഇത് ഏറ്റവും ചെറിയൊരു ഗ്രാം, ഒരു ഗ്രാമൊന്നും വേണ്ട, ഏറ്റവും ചെറിയൊരു മില്ലിഗ്രാം ഒരു ജ്യൂസിലിട്ട് കുടിച്ചാലും മതി. പിന്നെ അതേ സമയമാകുമ്പോൾ അവനിത് എവിടെയുള്ളെങ്കിൽ അവിടേക്ക് പോകുന്നതാണ്. ഇപ്പൊ നിങ്ങളെ തലശ്ശേരിയിലല്ലേ UP സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ അല്ലേ ലഹരിയുടെ വാഹകരായിട്ട് പിടിക്കപ്പെട്ടത്? വായിച്ച തലശ്ശേരിയല്ലേ? അതെ. നിങ്ങൾ വിചാരിക്കണ്ട എന്റെ കുട്ടി ഉഷാറാണ്. ചിലപ്പോ ഞാൻ പറഞ്ഞേ കുട്ടി ഇത് അടിച്ചിക്കണോ നിങ്ങൾക്ക് അറിയില്ല. കുട്ടി വല്ലാതെ ചിരിക്കുണ്ടാവും, വല്ലാതെ ഉറക്കൊഴിച്ചിരിക്കുണ്ടാവും അല്ലേ? ചിലപ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗുളിക എന്നിട്ട് ഓള് രാത്രി ഇരിക്കുണ്ടാവും. അതും കൂടി നോയിക്കോളി. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഓല കാമുകന്മാരുമായിട്ടേ അങ്ങനെയൊക്കെ ഇപ്പൊ കേട്ടോണ്ടിരിക്കണത്. എന്ന് വെച്ച് രാവിലെ മുതൽ കുട്ടിനെ ഇങ്ങനെ സംശയത്തോടു കൂടി പോലീസുകാരൻ കള്ളനെ നിരീക്ഷിക്കും പോലെ മക്കളെ നോക്കണം എന്നല്ല, അങ്ങനെയല്ല. മറിച്ച് കുട്ടികളിൽ ഒരു നല്ല ശ്രദ്ധ, കുട്ടികളുമായി സമയം ഇടപഴകാൻ, കുട്ടികളുമായി സംസാരിക്കാൻ. കുട്ടികൾക്ക് ഏറ്റവും സംസാരിക്കാൻ ഇഷ്ടമുള്ളത് വാപ്പാനോടും ഉമ്മാനോടും ആകണം. അതാണ് ഏറ്റവും പ്രധാനം. ഒരു കുട്ടിക്ക് വീട്ടിൽ വന്നാൽ ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടം ആരോടാകണം? വാപ്പാനോടും ഉമ്മാനോടും ആകണം. ഇത് വാപ്പാനോട് എന്തിനോട് പറഞ്ഞാൽ കടിച്ചു കയറും, ഉമ്മാനോട് പറഞ്ഞാൽ കടിച്ചു കയറും. അപ്പൊ കുട്ടി മെല്ലെ അവിടുന്ന് എസ്കേപ്പ് ആവും. അവൻ പീഡിയത്തിന്റെ പോയിരിക്കും, അവന്റെ പ്രായത്തിലുള്ള കുട്ടികളുണ്ടാവും. അങ്ങനെയല്ല. അപ്പൊ ആ നിലക്കൊക്കെ പ്രിയമുള്ളവര്, നമ്മുടെ വീടുകൾ നമ്മുടെ മക്കൾക്ക് ഒരു 100% സുരക്ഷിതമായ ഒരു സ്ഥലം, മാനസികമായൊരു ആസ്വാദനം കിട്ടുന്ന ഒരു സ്ഥലമായി അത് മാറാൻ കഴിയണമെന്നാണ്. അപ്പൊ ഈ ലഹരി ഉണ്ടല്ലോ, അത് ആകെ വന്നത് എന്തിനാ? ഈ രാത്രിയിൽ ഇങ്ങനെ എനർജി കിട്ടാനാണ്. ഇനിയിപ്പോ നമ്മളതിന് സൂംബ ഡാൻസ് ആടിയിട്ട് കാര്യമുണ്ടോ? ഈ കുട്ടി ചെറുപ്പം മുതലേ സൂംബ ഡാൻസ് ആടി ഹൈസ്കൂളിൽ എത്തുമ്പോൾ കുറച്ചുകൂടി നന്നായി ആടണം തോന്നും. അപ്പൊ അന്ന് കിട്ടുന്ന ഏതാണോ ലഹരി അതോൻ എന്ത് ചെയ്യും? വല്ല സംഘടിപ്പിക്കും. പിന്നെ ഓൻ അങ്ങോട്ട് ഹയർ സെക്കൻഡറി എത്തി, ഡിഗ്രി ഒക്കെ എത്തിയാല് ഏകദേശം ഇതിന്റെ ആളായിയാണ് മാറും. കാരണം ഡാൻസ് ആടിയിട്ടാണല്ലോ പഠിച്ചത്, അതുകൊണ്ടാണ് അതിനത്. പക്ഷെ അതിനെ എതിർക്കുമ്പോ എന്താ അവസ്ഥ? എതിർക്കല്ല, നമ്മളെ കുട്ടിയെ ചെയ്യണ്ടാർന്നാണ്. നമ്മളെ കുട്ടി എന്റെ കുട്ടിയെ ചെയ്യാ, അതാ പറഞ്ഞത് വാപ്പാക്കും ഉമ്മക്കും ഒരു അവകാശമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ എന്താ പറയുക, നമ്മൾ നമ്മുടെ മക്കളെ നന്നായി അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ലിബറലിസം അതിശക്തമായ നില കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇവിടുത്തെ ഒരു ജീവിതം തന്നെ ഉള്ളൂ എന്നാണ്. ഇത് ഇവിടെ മരിച്ച കഴിഞ്ഞു, ഇവിടെ ഉള്ള സമയം എൻജോയ് ചെയ്യാം. അതാണ് നമ്മുടെ കുട്ടികളുടെ ഒരു ശരാശരി കാഴ്ചപ്പാട്. ഇപ്പോ കലാലയങ്ങളിൽ അതിനു വേണ്ട രൂപത്തിലുള്ള ആശയങ്ങൾ നൽകപ്പെടുകയാണ്. വിദ്യാഭ്യാസ സംവിധാനങ്ങൾ, സർക്കാർ സംവിധാനങ്ങളൊക്കെ അതിനനുകൂലമായ നിലക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ പഴയ കാലത്തുള്ളതിനേക്കാൾ കൂടുതൽ ജാഗ്രത അവരവരുടെ മക്കളെ സംബന്ധിച്ച് മാതാപിതാക്കൾക്ക് ഉണ്ടാകണമെന്നർത്ഥം. അതിന് പ്രിയമുള്ളവരെ, ഒരേ ഒരു മാർഗം എന്താ അറിയോ? ദീനിനോട് അടുത്ത് നിൽക്കുക എന്നുള്ളതാണ്. നമ്മൾ കുടുംബപരമായി എല്ലാവരും ദീനിനോട് അടുത്ത് നിൽക്കുക എന്നുള്ളതാണ്. ദീനീപരമായ കാര്യങ്ങൾ നമ്മൾ മാത്രമല്ല, ഒരു QHLS നമ്മൾ മാത്രമല്ല, നമ്മളെ വീട്ടിലുള്ള എല്ലാവരും എടുത്തിട്ട് പോയി. മനസ്സിലായിട്ടോ? നമ്മുടെ ദീനിന്റെ ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാവരും ഒരുമിച്ചിട്ട് പോയി. ഇപ്പൊ നമ്മളെ ഫാമിലി കോൺഫറൻസിനൊക്കെ ആളുകൾ ആധിക്യം കയറുന്ന സ്ഥലമല്ല. എന്തേ കാരണം എന്നറിയോ? ഇപ്പോഴാണ് നമ്മൾ ആൾക്കാർക്ക് ബോധം വെച്ചത്. കാരണം ഓരോന്നും ഇങ്ങനെ അറിയാൻ തുടങ്ങി, അവനവൻ്റെ മക്കളെ പറ്റിയൊക്കെ ഇങ്ങനെ. അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് നേരാകട്ടെ വെച്ചിട്ട് കൊണ്ടുവരണേ. അപ്പൊ നമ്മൾ പ്രിയമുള്ളവര് നല്ലൊരു ശ്രദ്ധ ഉണ്ടാകണം. നമ്മളെ പ്രത്യേകിച്ച് CRE ഒക്കെ നല്ല രീതിയിൽ നമ്മുടെ നാട്ടിൽ നടത്തണം. CRE നടത്തണം. അങ്ങനെ എല്ലാ നിലക്കും
നമ്മുടെ കുടുംബത്തിലേക്ക് ഈ അവിശ്വാസങ്ങളും അധാർമികതയും കടന്നു വരാതിരിക്കാനുള്ള ശ്രദ്ധ നമുക്കുണ്ടാകണം. നമ്മുടെ നാട്ടിക്ക് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധി ഉണ്ടായി. പക്ഷെ അവനവൻ്റെ വീടിന്റെ ഡോറടക്കാലം നമുക്ക് നമ്മളെ വീട്ടിലേക്ക് കടന്നു കയറാതിരിക്കാനുള്ള ശ്രദ്ധ നമുക്കുണ്ടാകണം. നമ്മുടെ വീട് നമ്മുടെ മക്കൾക്ക് സന്തോഷമുള്ള സ്ഥലമാകണം. നമ്മുടെ മക്കളുമായി സംസാരിക്കുക. മൊബൈൽ ഫോണൊക്കെ ഒരു പരിധി വരെ വീട്ടിൽ നിന്ന് നമ്മളവിടെ ഒഴിവാക്കുക. വീട്ടിൽ നിന്ന് ഒഴിവാക്കുക പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഈ വാട്സപ്പും ഫേസ്ബുക്കും മറ്റുള്ളതും, പ്രത്യേകിച്ച് ഉമ്മാരൊക്കെ പല ഗ്രൂപ്പും ഉണ്ടാവും. ഒരു ഫാമിലി ഗ്രൂപ്പ് ഉണ്ടാവും, ഒരു പഠിച്ച ഗ്രൂപ്പ് ഉണ്ടാവും, ഒരു മറ്റേ കെട്ടിയോന്റെ ഫാമിലി ഗ്രൂപ്പ്, അതുപോലെ പെണ്ണിന്റെ ഫാമിലി ഗ്രൂപ്പ്, ഇങ്ങനെ തുടങ്ങി. നിങ്ങൾ ഇതിലാണ്ട് ഇടപെടാൻ തുടങ്ങിയ ചോറും കറിയും വെക്കാനും സമയം ഉണ്ടാവും, ഒന്നിനും ഉണ്ടാവില്ല. ഇതന്നെ സമയം ഉണ്ടാവുള്ളൂ. അതൊക്കെ ഒന്നും മാറ്റിയിട്ട് എന്ത് ചെയ്യാറ്, അവനാന്റെ പെരയിലുള്ള സമയം ഉണ്ടല്ലോ, ഏറ്റവും നല്ല ടൈം അവനാന്റെ ഭർത്താവും മക്കളും ഒക്കെ ആയിട്ടുള്ള ആ സമയമാണ്. ആ സമയത്ത് നിങ്ങൾ സംസാരിക്കുക. എന്തൊക്കെ സംസാരിക്കാണ്ട് അല്ലേ? മറ്റുള്ള ആൾക്കാരെ കാണുമ്പോൾ കുറെ നമുക്ക് സംസാരിക്കാണ്ട്, അവനാന് ഒരുമിച്ച് കൂടുമ്പോൾ ഇരുന്ന് സംസാരിക്കണം. അങ്ങനെയല്ല, നമ്മൾ കുറേ സംസാരിക്കുക. കുട്ടികളെ പഠന കാര്യങ്ങൾ സംസാരിക്കുക, കുട്ടികളോട് കുറച്ചു നേരം സന്തോഷം പങ്കിടുക, എന്തെങ്കിലുമൊക്കെ ഇടക്കൊക്കെ ഒരു ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുക്കുക, ഇടക്കൊക്കെ ഒന്ന് പുറത്തുകൊണ്ടുപോകുക, ഇടക്കൊക്കെ ഒന്ന് ടൂർ കൊണ്ടുപോകുക. നമ്മളിതൊന്നും കൊണ്ടുപോകണില്ല, ഇതിനൊക്കെ കൊണ്ടുപോകാൻ ആൾക്കാരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളെ കുട്ടികളൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ആ ബാക്ക് പൊന്തിയൊരു ഇതുണ്ട്, ഒരു സ്റ്റൂളൊക്കെ ഇട്ട് കയറുന്നത്, ഒരു ബൈക്ക്. അത് ബാക്കിലുണ്ടിരുന്നാലും മുമ്പിലുള്ളവൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ചാഞ്ഞിരിക്കും. അങ്ങനത്തെ ഒരു ബൈക്ക് ഉണ്ട്. അയിമയാണ് കുട്ടികൾ പോകുക. ഓര് സ്കൂളിൻ്റെ മുമ്പിൽ കൊടുന്ന് നിർത്തും, ഇവിടെ ചാടിക്കയറും. സ്കൂൾ വിടുന്ന സമയത്ത് സ്കൂളിൻ്റെ മുമ്പ് കൊടുന്ന് ഇറക്കി കൊടുക്കുകയും ചെയ്യും. അത് നിങ്ങൾ വാപ്പിമ്മയും ചെയ്യാത്തതുകൊണ്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇടക്കൊക്കെ ഒരു ഞായറാഴ്ച കിട്ടുമ്പോൾ ഇടക്കൊക്കെ ഒന്ന് ഇങ്ങനെ പുറത്തു കൊണ്ടുപോവുക, ഇടക്കൊക്കെ ഒന്ന് ബീച്ചിൽ പോവുക, ആ കടലേക്കൊന്ന് ഇടക്കൊന്ന് മേടിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ ഇതിനൊക്കെ ആളുണ്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ചുംബിക്കുക, എന്നാൽ നാട്ടുകാർ ചുംബിക്കൂല. നിങ്ങൾ കെട്ടിപ്പിടിക്കുക നിങ്ങളെ കുട്ടികളെ, എന്നാൽ നാട്ടുകാർ കെട്ടിപ്പിടിക്കൂല. അതാണ് ചെയ്യാനുള്ളത്, വേറൊന്നൊന്നുമില്ല. അത് പച്ചയായി പറയുകയാണെങ്കിൽ അതാ ചെയ്യേണ്ടത്. അതുകൊണ്ട് കുട്ടികൾ വഴിവഴച്ചു പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിച്ചിട്ട് കാര്യമില്ല. ദീനാണ് ഉണ്ടാക്കി കൊടുത്ത എല്ലാവരും നിർവാഹമില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തേണ്ടുന്ന ബാധ്യത നമുക്കാണ് എന്ന തിരിച്ചറിവാണ് ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകുക. അത് ഉസ്താദുമാരുടെ ഉത്തരവാദിത്തമല്ല, ടീച്ചർമാരുടെ ഉത്തരവാദിത്തമല്ല. ഒരു വഴി തെറ്റുമ്പോൾ പറഞ്ഞുതരും, ഇതാ അങ്ങനെ ഉണ്ടിട്ടോ പറയും. ഇത്രയേ ഉള്ളൂ. കാരണം അതിൻ്റെ അപ്പുറം ഒന്നും ചെയ്യാൻ അധ്യാപകർക്ക് നിർവാഹമല്ല. അതാണ് ഇന്നത്തെ സാമൂഹ്യ ചുറ്റുപാട്. മക്കളോട് പറയാനുള്ളത്, മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ അറിയോ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വാപ്പിമ്മയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നത്. നമുക്ക് എണീറ്റ് നിൽക്കാനുള്ള ശേഷി ഉണ്ടാക്കുന്നത് വാപ്പിമ്മയാണ്. മനസ്സിലാണ്ടോ? ആ വാപ്പാനി ഇമ്മാനി ഒരിക്കലെങ്കിലും ജീവിതത്തിൽ അവർക്ക് വെറുപ്പുണ്ടാക്കുന്ന ഒരു മുഖത്തുണ്ടാകുന്ന ഭാവമാറ്റം പോലും ദുനിയാവ് നല്ല പിടിക്കുന്നതാണ്. ദുനിയാവ് നല്ല പിടിക്കുന്നു, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് നമ്മളെ വാപ്പാനോടും ഉമ്മാടും പെരുമാറുന്ന മക്കൾ കാണണം. അപ്പൊ മക്കളും നമ്മളോട് നന്നായി പെരുമാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ള ഒരു കുടുംബമാക്കി നമ്മളെല്ലാവരെയും മാറ്റുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ടീച്ചേഴ്സ് കെയർ ഓഗസ്റ്റ് 1-നാണ്. എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലുള്ള മദ്രസകളിൽ കുറേ പാവപ്പെട്ട, ഒരു വരുമാനമൊന്നുമില്ലാത്ത കുറേ അധ്യാപകരുണ്ട്. അവർക്ക് കിട്ടുന്ന 3000 നമുക്കറിയാം, നമ്മളെ മദ്രസനൊക്കെ കൊടുക്കുന്ന സാലറി, അതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നമ്മൾ വീട് വെച്ചു കൊടുക്കാനും അവർക്കൊരു അത്താണിയായിക്കൊണ്ടാണ് ഈ ടീച്ചേഴ്സ് കെയർ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ കൊടുക്കുന്ന ചെറിയ ചെറിയ തുക തന്നെ, അത് കഴിഞ്ഞ പ്രാവശ്യം 36 എത്ര വീട് വെച്ചു കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞു അല്ലേ? 40 ആളാണ് അപേക്ഷിച്ചത്, 36 ആൾക്ക് നമ്മൾ വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇപ്രാവശ്യം നമുക്ക് അതിനേക്കാൾ കൂടുതൽ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഓഗസ്റ്റ് 1-ന് നമ്മൾ ടീച്ചേഴ്സ് കെയർ ഡേ ആണ്. എന്ന് വെച്ചാൽ എല്ലാവരും അവനാന് കഴിയുന്ന ഒരു സാമ്പത്തിക സഹായം അതിൽ കൊടുക്കണം. നമ്മൾ കാരണം എവിടെയെങ്കിലുമൊക്കെ ഒരു വീട് കയറിയ സുഹൃത്തുക്കൾ, അതിൻ്റെയൊക്കെ ഒരു പുണ്യം നമുക്ക് കിട്ടുമല്ലോ. നമ്മൾ കൊടുക്കാൻ, നമുക്കൊരു വീട് കെട്ടി കൊടുക്കാനും ചിലപ്പോൾ കഴിഞ്ഞോളണമെന്നില്ല. നമ്മൾക്ക് ഒരു 1000 റുപ്യ, ഒരു 500 റുപ്യ അല്ലേ? അതുകൊണ്ട് എല്ലാവരും അതിനെ നന്നായി പരിഗണിക്കണം എന്ന് സൂചിപ്പിക്കണം. ഓഗസ്റ്റ് 1-നാണ്, എല്ലാവരും അത് നന്നായി പരിഗണിക്കണം. മറ്റൊന്ന്, എല്ലാ ചൊവ്വാഴ്ചയും 11 മണിക്ക് സ്ത്രീകൾക്ക് മാത്രമേ ഖുർആൻ ക്ലാസ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ വരലുണ്ടാവുന്ന ആളുകളെ വരുന്നുണ്ടാവുള്ളൂ.
എല്ലാവരും അവനവൻ്റെ കുട്ടികളെ എല്ലാവരും പിടിച്ചുകൊണ്ട് വരിക, എന്നിട്ട് ഖുർആൻ പഠിക്കുക. അത് നമ്മുടെ ബാധ്യതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതോടൊപ്പം നമ്മുടെ കുടുംബക്കാരെയൊക്കെ വിളിക്കുക. വെറും പാർട്ടിയും കല്യാണത്തിനും വിളിച്ചാൽ പോരാ, ദീനിന്റെ കാര്യത്തിന് നമ്മളൊന്ന് വിളിക്കുക. വരുന്നോ വരുന്നില്ലേ അത് നിങ്ങൾ നോക്കണ്ട, നമ്മുടെ ബാധ്യത വിളിക്കലാണ്. അത് ഓരോ സഹോദരിമാരും ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.